വർഷമായി എനിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. പക്ഷെ എന്നാൽ കോളേജുകളിൽ അങ്ങനെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സംബന്ധിക്കാറുണ്ട്. ആദ്യം ഞാൻ നമ്മുടെ മിഷനെ കുറിച്ചും നമുക്ക് സ്ഥലത്തിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ 4 മിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് 3 പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് ഈ മിഷനിലൂടെ നടപ്പിലാക്കുന്നത്. മാലിന്യ സംസ്കരണം, 2 നമ്മുടെ ജലസ്രോതസ്സുകളുടെ, 3 അതായത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പഴയ കാർഷിക സംസ്കാരത്തെ ദൗത്യമാണ് ഈ മിഷൻ. നാട് മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന നിലയിലേക്ക് പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന ജൈവ പാഴ്വസ്തുക്കൾ നമ്മുടെ പൊതുവിടങ്ങളിലും വീടുകളിലും എല്ലാം തന്നെ കുഞ്ഞുകൂടുന്ന അവസ്ഥ. ഇതിന് ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നതിന് മിഷന്റെ നമ്മുടെ പഞ്ചായത്ത് ലോക്കൽ ബോഡി സംവിധാനങ്ങളിലൂടെ നമുക്ക് കഴിയും. പൂർണ്ണമായിട്ട് ഇനിയും നമുക്ക് ഏറെ ആ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ. മാലിന്യ സംസ്കരണ രംഗത്ത് കേരളം ഇനിയും ഏറെ മുന്നോട്ട് പോകണം. പക്ഷെ കുറെ പ്രവർത്തനങ്ങളാണ് ഹൃദയ ഈ 44 പ്രധാനപ്പെട്ട നദികളിൽ നിന്നും നദികളിലേക്ക് ഒരുപാട് കൈവഴി ഈ ഒരു വർഷം കൈവഴിയിൽ നിന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള അതുപോലെ നമ്മുടെ കുളങ്ങളിലും നമ്മുടെ മണ്ണ് പിടിച്ചാലൊക്കെ നേരത്തെ നമുക്ക് ഒരുപാട് ജലസമൃദ്ധി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ പല പ്രദേശങ്ങളിൽ ഒരു നവംബർ മാസം എന്താണ് സംഭവിക്കുന്നത്? ജല ദൗർലഭ്യം അനുഭവപ്പെടുക. ഞാൻ വർക്ക് ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരുപാട് മലയോര പ്രദേശങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് ഈ നവംബർ മാസത്തിന് ശേഷം വലിയ ദൗർലഭ്യം നേരിടും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മളെ ഒരു കാലത്ത് ജലസമ്പുഷ്ടമാക്കിക്കൊണ്ടിരുന്ന ഈ ചെറിയ ചെറിയ കൈവഴികളെല്ലാം തന്നെ ഇന്ന് നമ്മുടെ മനുഷ്യന്റെ ഇടപെടലുകൊണ്ട് അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുക, അത് മൺമറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഈ നദികളെല്ലാം തന്നെ വീണ്ടെടുത്തേക്കും. മിഷന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മുടെ നദികളുടെ വീണ്ടെടുപ്പ്. രാജേഷ് സാർ, ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സാറ് ക്യാമറ ഓഫ് ചെയ്താൽ കുറച്ചുകൂടെ ബാൻഡ് വിഡ്ത്ത് കിട്ടുമെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ നെറ്റ് ഇഷ്യൂ കുറയുമെന്ന് തോന്നുന്നു. ചെറിയൊരു ഓഡിയോ ക്ലിയർ ആവുന്നുണ്ട്? ഉണ്ട്. സ്രോതസ്സുകളുടെ വീണ്ടെടുക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആലപ്പുഴ ജില്ലകളിലൂടെ ഒഴുകിയിരുന്ന ഒരു നദിയാണ്, പണ്ട് ഒഴുകിയ നദിയാണ്. അത് കുറെ നാളായിട്ട് ആ നദിയെ ഇല്ലാതായി. കേരളം ആ നദിയെ വീണ്ടെടുത്തു. വെറുതെ JCBയും ഹിറ്റാച്ചി വീണ്ടെടുക്കുന്ന പരിപാടിയല്ല നടക്കുക. ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചു നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജനകീയമായ ഇടപെടലിലൂടെയാണ് നടക്കുന്നത്. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഞാനിത് പറയാൻ കാരണം, ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് മാനേജ്മെന്റാണ്. ഇതൊരു ജനങ്ങളെ
ബേസിക് എന്ന് പറഞ്ഞാൽ തന്നെ മാനേജിങ്. വീണ്ടും ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്, നദിയുടെ നദി ഇല്ലാതായി പിന്തുണയോടുകൂടിയാണ് ജനങ്ങളെ നേരിട്ട് പങ്കെടുത്തുകൊണ്ടാണ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ. എന്താ ജനങ്ങൾ പങ്കെടുക്കുന്നത്? ഇത് ഈ വീണ്ടെടുക്കൽ നടക്കുമ്പോൾ ജനങ്ങൾ കൂടി ഉണ്ടെങ്കിലേ ഇത് സംഭവിക്കുള്ളൂ. വീണ്ടെടുത്ത നദിയെ നിലനിർത്താൻ കഴിയും. നാളെയും ഈ നദികളിലൂടെ വെള്ളം സുലഭമായി ഒഴുകണമെങ്കിൽ അവസ്ഥയെ തുടരും. അപ്പോൾ ഈ നദിയുടെ കരകളിലുമുള്ള ജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിൽ വെള്ളം എന്റെ വെള്ളമാണ്. ഈ നദിയിലൂടെ വെള്ളം ഒഴുകിയാൽ മാത്രമേ എന്റെ കിണറ്റിലും എന്റെ വെള്ളം കിട്ടുള്ളൂ. വേനൽക്കാലത്ത് എനിക്ക് ആവശ്യമായ കുടിവെള്ളം കിട്ടണമെങ്കിൽ ിലൂടെ ഈ ചാലിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് മാനേജ്മെന്റ് പ്രക്രിയ തന്നെയാണ് ഇതെല്ലാം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൃഷി. നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയുന്ന അഗ്രികൾച്ചർ. സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമായിരുന്നു. നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവർ കാർഷിക വൃത്തിയിൽ ഉള്ളവരായിരുന്നവരൊക്കെ ആ മേഖലയിൽ ജോലി ചെയ്തവരായിരുന്നു. നമ്മുടെയൊക്കെ പാടങ്ങൾ ഒരു കാലത്ത് സ്വർണ്ണ കതിരന്റെ കാലമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികള്, പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ യഥേഷ്ടം ഉത്പാദിപ്പിച്ച ഒരു കാലം നമുക്കുണ്ടായി. നമ്മളിതാണ് ഇന്ന് നമ്മുടെ സംസ്കാരം പൂർണ്ണമായിട്ടും. ഇന്ന് തമിഴ്നാട് ഉൾപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറികളൊക്കെ നമ്മൾ ഈ ഘട്ടത്തിലാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൃഷിയെ തിരിച്ചുകൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം വരണമെന്ന്. ആ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ എല്ലായിടത്തും തന്നെ നല്ല നിലയ്ക്ക് അത് നടക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ്. എന്താണ്? കോവിഡ് അല്ലെ? കോവിഡ് നമ്മളെ വല്ലാതെ പ്രതിസന്ധിയിലാഴ്ത്തിയിട്ടുള്ളത്. നമ്മളെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ജനങ്ങൾ. നമ്മൾ ഒരു വലിയ ഈ പ്രക്രിയയിലേക്ക് വന്നിട്ടുണ്ട്. കുറെ നിങ്ങളൊക്കെ 4 ചുവരുകൾ ഇതുപോലെ ഈ ക്ലാസ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഞാനൊരു സ്ഥലത്തിരിക്കുന്നു, നിങ്ങൾ വേറെ കുറെ കേന്ദ്രങ്ങളിൽ ഇരുന്ന് എന്നെ നിങ്ങൾ കാണുകയാണ്, എന്നെ നിങ്ങൾ ശ്രമിക്കുകയാണ്. ഇത് ഈ കോവിഡാണ്. ഞാൻ ഒരിക്കലും നമ്മുടെ ഇതിലേക്ക് വരികയാണ്. വലിയ നേരത്തെ നമ്മളുടെ മാത്രമല്ല, മുഴുവൻ ആളുകളെയും, ഇന്ത്യയിലെ മുഴുവൻ ലോകത്തെ മുഴുവൻ ആളുകളെയും പ്രതിസന്ധിയിലേക്ക്. അപ്പോൾ വരാൻ പോകുന്നത്, ഇപ്പോൾ നമുക്ക് പച്ചക്കറി ഉൾപ്പെടുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇന്ന് വലിയ ദുരിതത്തിലാണ്. അതിന്റെ അർത്ഥം നാളെ ആശങ്ക പോലും നമുക്ക്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങണം. കേരള സർക്കാർ സുഭിക്ഷ കേരളം എന്ന് പറയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രോജക്റ്റുമായി കേരള മിഷന്റെയും നമ്മുടെ കൃഷി സുഭിക്ഷ കേരളം, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, നമ്മൾ കുട്ടികൾ ഉൾപ്പെടെ നമ്മളെ കൊണ്ട് ആകാവുന്ന കൃഷി നമുക്ക് ലഭ്യമായിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം, ചെയ്യുന്നു. അതുപോലെ തന്നെ ജനങ്ങളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയമായിട്ട് നമ്മുടെ തരിശ് പ്രദേശമെല്ലാം തന്നെ കൃഷി ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനം കൂടി ഹരിത കേരള മിഷൻ. ഇതൊക്കെ പറയാൻ കാരണം, പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇത് മുഴുവൻ ജനങ്ങളിലേക്കും എത്തുമ്പോഴാണ് മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്. കുറെ ആളുകളിലേക്ക് മാത്രം ഈ പ്രവർത്തനം മുഴുവൻ ജനങ്ങളിലേക്ക്, മുഴുവൻ ആളുകളും ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്ന നിലയിലേക്ക്
അപ്പോൾ വലിയ മാറ്റം നമുക്ക് നമ്മുടെ നാട്ടിൽ കാണുവാൻ കഴിയും. ഭാഗമായി ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മുടെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എന്നതാണ് നമ്മുടെ വിഷയം, സബ്ജക്ട്. ഞാനൊരു 12-13 പഠിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഇതുകൊണ്ട് നിങ്ങളൊരു എല്ലാ കുട്ടികളും പാസ്സാകണം, അതിന്റെ ഒരു ആവശ്യം കൂടിയാണ്, ആഗ്രഹം കൂടിയാണ്. അത് നിങ്ങൾ നന്നായി പഠിക്കുക, എനിക്കറിയാം. പക്ഷെ അത് മാത്രം ഇത് പഠിച്ചു കഴിഞ്ഞാല് നിങ്ങളിൽ കുറെ ആളുകളെങ്കിലും നല്ല നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം ഡിപ്ലോമ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കഴിഞ്ഞാൽ നിങ്ങൾ ഡിപ്ലോമ എഞ്ചിനീയേഴ്സ് ആണ്. ഡിപ്ലോമ ഗ്രാജുവേറ്റ്സ് അല്ല, നിങ്ങൾ ഡിപ്ലോമ എഞ്ചിനീയേഴ്സ്. നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് പൊട്ടൻഷ്യൽ, ഒരുപാട് സ്റ്റാർട്ടപ്പ്, ഒരുപാട് ആകുവാനുള്ള അവസരങ്ങൾ. ആ അവസരം എന്റെ ഈ സബ്ജക്ട് കഴിയുമ്പോൾ ഭൂരിപക്ഷവും എന്റർപ്രിനേഴ്സായി കൂടി മാറണമെന്ന് വലിയ ആഗ്രഹത്തോടെ ഫസ്റ്റ് മോഡ്യൂളിന്റെ കുറെ പോർഷൻസ് രണ്ട് ദിവസം സാറ് കുറച്ച് പറയും. ആ മൊഡ്യൂളിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോർഷനിലേക്കാണ് ഞാൻ പോകുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. സർ എക്സ്ക്യൂസ് മീ, രാജേഷ് സാർ. രാജേഷ് സാർ, എക്സ്ക്യൂസ് മീ സാർ. സാർ വോയിസ് ചെറുതായിട്ടൊന്ന് കട്ടാവുന്നുണ്ട്. സാർ ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് സംസാരിച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഹലോ ഹലോ സാർ, വോയിസ് ചെറുതായിട്ട് കട്ടാവുന്നുണ്ട്. റിസോഴ്സ് മാനേജ്, നമ്മളെ മനുഷ്യരെ നമുക്ക് ലോകത്തിൽ മാനേജ് ചെയ്യാം. നമ്മൾ ഏറ്റവും മാനേജ് ചെയ്യാൻ നമുക്ക് ഏറ്റവും പ്രയാസം ഉള്ളത് ആരെയാണ്? ഹലോ സാർ. അപ്പോൾ നമ്മളൊന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ മാനേജിങ് ഏറ്റവും ബേസ് ഐഡിയ. അപ്പൊ ഒരുപാട് തരം മാനേജ്മെന്റുകൾ മാനേജ്മെന്റ് ഉണ്ട്, സെയിൽസ് മാനേജ്മെന്റ്, എങ്ങനെ കാര്യങ്ങൾ നടത്താം, സെയിൽസ് മാനേജ്മെന്റ്. ഒരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിന്റെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ മാർക്കറ്റിംഗ് മാനേജ്. നമുക്ക് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നമ്മുടെ കാലഘട്ടം വല്ലാതെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പഠിക്കേണ്ട നാം ഇപ്പോൾ എത്രയോ ദൂരെ ഇരുന്നുകൊണ്ട് ഇത് പഠിക്കും. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ രംഗത്തെ അതികായൻ, അതിന്റെ സിഇഒ ആയിട്ടുള്ള ബിൽ ഗേറ്റ്സ് പറഞ്ഞത്, വരുന്ന 2 വർഷം കൊണ്ട് ലോകം നേടേണ്ട, ഡിജിറ്റൽ രംഗത്ത് ലോകം നേടേണ്ട പുരോഗതി കേവലം 2 മാസം കൊണ്ട് നേടുവാൻ കൊറോണ നമ്മെ പഠിപ്പിച്ചു എന്നാണ്. കൊറോണ കാലത്ത് 2 വർഷം കൊണ്ട് നാം നേടുമെന്ന്
അതിന്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഇത്രയും ദൂരെ നിന്ന് ഈ കാര്യങ്ങൾ പഠിക്കാൻ ഉള്ള അവസരം നമുക്കുണ്ടാകുന്നത്. പുതിയ ടെക്നോളജിയിലേക്ക് നാം വീണ്ടും വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇനിയും മാറുന്ന ഒരു ലോകമാണ് നമ്മുടെ മുമ്പിൽ. ഈ കൊറോണ നമ്മളെ പെട്ടെന്നൊന്നും വിട്ടുപോകുമെന്ന് നമ്മളാരും ധരിക്കണ്ട. നമ്മളെ പിന്തുടരും. അപ്പോൾ ലിവിങ് വിത്ത് കൊറോണയാണ്, കൊറോണയോടൊപ്പമുള്ള ജീവിതമാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മളുടെ ജീവിതശൈലിയിലും നമ്മുടെ പഠനക്രമത്തിലും പരീക്ഷകളിൽ വരെ വലിയ മാറ്റങ്ങൾ ഇനി ഉണ്ടാകും. ആ നിലയ്ക്ക് ഒരു പുതിയ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് നമ്മൾ ഇതിന്റെ ഞാൻ കേൾക്കാം സാർ, കേൾക്കാം സാർ, പറഞ്ഞോളൂ. PPT ഷെയർ ആകുന്നില്ല. അത് പ്രസന്റിന്റെ അവിടെ കൊടുത്തു നോക്കൂ സാർ. പ്രസന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നു. പ്രസന്റ് അല്ല, ഷെയർ, ഫയൽ ഷെയർ എന്നൊരു ഓപ്ഷൻ വരുന്നു. ഷെയർ ഓപ്ഷനിൽ വരുന്നില്ല. PPTയിലേക്ക് വരണേ. ഷെയർ കണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആക്റ്റീവ് അല്ല. ഷെയർ ഓപ്ഷനെ ആക്ടിവേറ്റ്. കേൾക്കുന്നുണ്ട് പറഞ്ഞു. ഓക്കെ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. ഇറ്റ് ഈസ് സിംപ്ലി ദ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് മാനേജിംഗ് മെൻ. ഇറ്റ് ഈസ് സിംപ്ലി ദ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത്, അതൊരു ഫാക്ടറി ആകാം, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം, ഒരു ഹോസ്പിറ്റൽ ആകാം, എന്തും ആകാം. അങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ അകത്തുള്ള ആളുകളെ, വർക്ക് ഫോഴ്സിനെ, ഇവിടുത്തെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യലാണ് ബേസിക്കലി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് അവിടുത്തെ ആളുകളുടെ പ്രൊഡക്ടിവിറ്റി മാക്സിമം ആക്കിക്കൊണ്ട്, അതായത് അവരുടെ ഇഫക്റ്റീവ്നെസ്, അവരുടെ കഴിവിനെ പരമാവധി ഉപയോഗിച്ച് PPT കാണുന്നില്ലല്ലോ. ഹലോ, PPT ഡിസ്പ്ലേ ആവുന്നില്ലല്ലോ. PPT അവിടെ സ്റ്റാർട്ടിംഗ് ടു ഷെയർ ദ കണ്ടന്റ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സാറേ കാണാവോ? PPT കാണാവോ സാറേ? PPT വരുന്നില്ല സാർ. PPT വരുന്നില്ല സാർ. PPT വരുന്നില്ല സാർ. PPT കാണാൻ പറ്റുന്നില്ല. സാറേ കേൾക്കാവോ? സാറിന്റെ വോയിസ് കേൾക്കുന്നുണ്ട്, ഇഷ്യൂ ഇല്ല, പക്ഷെ PPT വരുന്നില്ല. ഇവിടെ എനിക്ക്
സാർ കേൾക്കാവോ? ഇവിടെ കൊടുത്തു. ഇവിടെ ഞാൻ എനിക്ക് കാണാൻ PPT, പക്ഷെ അരുണിനെ വിളിച്ചിട്ട് അരുണിന് കാണാൻ പറ്റുന്നു. സാർ എനിക്ക് കാണാൻ പറ്റുന്നില്ല, സാർ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ, പക്ഷേ കഴിയുന്നില്ല. ഇല്ല സാർ, കാണുന്നില്ല. ഇല്ല സാർ, കാണുന്നില്ല. എന്നെ കാണാൻ പറ്റുന്നു. സാറിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇല്ല സാർ, കാണാൻ പറ്റുന്നില്ല. ഇല്ല സാർ, കാണാൻ പറ്റുന്നില്ല. എന്ത് സംഭവിക്കുന്നെന്ന് ഇല്ല സാർ, കാണാൻ പറ്റുന്നില്ല, കാണാൻ കഴിയുന്നില്ല. സാർ ആ സ്ക്രീൻ ഷെയർ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്യാവും സാർ. സ്ക്രീൻ ഷെയർ ചെയ്തതിന് ശേഷം സ്ക്രീനിൽ നിന്ന് പിന്നീട് സാർ അത് മിനിമൈസ് ചെയ്തിട്ട് PPT ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പറ്റുമോ? ഷെയറിംഗ് ആണ്. സാറിന്റെ സ്ക്രീൻ ഇവിടെ കാണുന്നില്ല. ഇപ്പൊ കാണാൻ സാർ, ക്ലിയർ ആണ്, കാണാം. തുടങ്ങാം, കണ്ടിന്യൂ ചെയ്യാം സാർ, കാണുന്നുണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതുപോലെ തന്നെ അവിടെ നല്ല മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാകണം. എന്താണ് ആ പ്രൊഡക്ടിവിറ്റി മാക്സിമം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ എഫക്റ്റീവ്നെസ് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും.
അങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതിനാണ് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കഴിവുകളെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതിനാണ് നമ്മൾ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി അത് വായിക്കുകയാണ്. ദ പർപ്പസ് ഓഫ് HRM is to maximize the productivity of an organization. അതെ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആകാം, പബ്ലിക് ആകാം, ഒരു വ്യക്തി നടത്തുന്നതാകാം. ആരുടെയും ലക്ഷ്യം എന്താണ്? പ്രൊഡക്റ്റീവ്. അങ്ങനെ പ്രോഫിറ്റ് മാക്സിമം ആകണമെങ്കിൽ എന്താവണം? അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ നന്നായി ചെയ്യണം. ബൈ ഒപ്റ്റിമൈസിംഗ് മീൻസ് എന്താണ്? അവരുടെ മേക്ക് ദ ബെസ്റ്റ്, അവരുടെ ഏറ്റവും ബെസ്റ്റ് ഉണ്ടാക്കുക, അവരുടെ കഴിവുകളുടെ ഏറ്റവും ബെസ്റ്റ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് HR. Acquire, develop and retain the talent of its employees. സർ PPT കാണാം, ഇപ്പൊ PPT കാണാം. ഓക്കെ. To acquire, develop the talents of its employees. ലക്ഷ്യങ്ങളിലേക്ക് വരിക ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് അതൊരു മാനേജ്മെന്റ് ടാക്ടിക്സ് ആയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ടു അക്വയർ, ഡെവലപ്പ് ആൻഡ് റിറ്റെയിൻ ദ ടാലന്റ് ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ്. ഒരു ഓർഗനൈസേഷൻ അവിടുത്തെ ജോലിക്കാരുടെ, അവിടുത്തെ എംപ്ലോയീസിനെ അവരുടെ എന്താണ് അവരുടെ ടാലൻസ്, അവരുടെ പൊട്ടൻഷ്യൽ അത് റീറ്റെയിൻ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ സ്ഥാപനത്തിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. അതാണ് ഒരു ലക്ഷ്യം. ബിസിനസ് പറഞ്ഞത് എന്താണ്? നമ്മുടെ എംപ്ലോയീസ് അലൈൻ ദ വർക്ക് ഫോഴ്സ്. എന്താണ് ഓർഗനൈസേഷന്റെ ബിസിനസ്? ആ ഓർഗനൈസേഷൻ ആക്ടിവിറ്റി എന്താണോ ആക്ടിവിറ്റിയുമായി വർക്ക് ഫോഴ്സിനെ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ആ സ്മൂത്ത് റണ്ണിങ്ങിൽ ആരും പോകണം ആ വർക്ക് ഫോഴ്സ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്താവും? ആക്ടിവിറ്റീസ് വർക്ക് ഫോഴ്സ്. തേർഡ് വൺ, ടു ബി എക്സലന്റ് കോൺട്രിബ്യൂട്ടർ ടു ദ ബിസിനസ്. ആ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബിസിനസിനെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ മാക്സിമം കോൺട്രിബ്യൂഷനിലൂടെ ആ ബിസിനസിനെ എക്സലന്റ് ആക്കുക, ബിസിനസിനെ കൂടുതൽ മികവുറ്റതാണ്. ഈ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിന്റെ റിറ്റെയിൻ ദ ടാലന്റ് ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ്, അലൈൻ വിത്ത് ദ ബിസിനസ്, ബി എ കോൺട്രിബ്യൂട്ടർ ടു ദ ഫോഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ കൊണ്ട് ഓർഗനൈസേഷൻ കൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ആ ഓർഗനൈസേഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു കാലത്തും മാറത്തില്ല. ഇപ്പൊ കോവിഡ് അനന്തര കാലം നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ ബാധകം പറഞ്ഞ മൂന്ന് അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങൾ അവിടെ ബാധകം. HR. The greatest resource of an organization is its force. ഞാൻ നേരത്തെ പറഞ്ഞത് ഏതൊരു ഓർഗനൈസേഷന്റെയും റിസോഴ്സ് എന്ന് പറഞ്ഞാൽ റിസോഴ്സ്, അതിന്റെ മൂലധനം എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന ഫാക്ടറി ആണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ ഒരു ആശുപത്രി ആണെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ്, അവിടുത്തെ വർക്ക് ഫോഴ്സ്, ജോലി ചെയ്യുന്ന ആളുകളാണ് അവിടുത്തെ ഏറ്റവും വലിയ റിസോഴ്സ്. ബിസിനസ് മോഡൽ ഏത് ബിസിനസ് അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യില്ലെങ്കിൽ ആ ബിസിനസ് റൺ ചെയ്യാൻ കഴിയും. നമ്മൾ ചെറിയൊരു പലചരക്ക് കടയാണ്, അവിടെ ദിവസവും എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരാൾ വരുന്നു. ആ ആള് വൃത്തിയായിട്ട് ജോലി ചെയ്യുന്നില്ലെങ്കിൽ ആ കട നടപ്പാക്കാൻ കഴിയില്ല. നിങ്ങൾ പഠിച്ചിറങ്ങി നിങ്ങളൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങുകയാണ്. നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളൊരു വർക്കറെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇടയ്ക്ക് ഫീൽഡ് അവിടെ നിങ്ങളുടെ ഷോറൂമിൽ നിന്ന് ചെയ്യേണ്ട ഒരാളെ വെച്ചിട്ടുണ്ട്, ഒരു വർക്കർ വെച്ചിട്ടുണ്ട്. ആ വർക്കർ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ആ വർക്കറുടെ പൊട്ടൻഷ്യൽ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും?
നിങ്ങളുടെ ബിസിനസ് ഫ്ലോപ്പ് ആയി പോകും. അപ്പോൾ ഒരു ചെറുതായ അവിടെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവും. HR efficient and competent organization. അല്ല, ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പോകും അവിടെ HR എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന ഇല്ല. ഞാൻ സമയത്തോ അല്ലെങ്കിൽ ഞാനൊക്കെ ജോലി ചെയ്ത് വരുന്ന സമയത്തോ അങ്ങനെ അന്ന് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എന്താണ് ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷന്റെ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ, അവരാണ് ഇതെല്ലാം. ഇന്നതല്ല, ഇന്ന് ഏത് സ്ഥാപനത്തിനും ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെന്റ്. അവരുടെ ജോലി HR മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് റിക്രൂട്ട് വർക്ക് ഫോഴ്സ്. ഒരു ഓർഗനൈസേഷന്റെ ആവശ്യമുള്ള വർക്ക് ഫോഴ്സ് ക്വാളിഫൈഡ് ആണ്, അവർ എഫിഷ്യന്റ് ആണ്, അവര് ഓർഗനൈസേഷന്റെ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുവാൻ കഴിവുള്ളവരാണ്. ഇതൊക്കെ ആരുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യേണ്ട ആളുകളെ സംബന്ധിച്ച് അവരേത് നിലയിലുള്ളവരാകണം എന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ HR ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും? ആദ്യം ക്വാളിഫിക്കേഷൻ നോക്കും. കുഴപ്പമില്ല, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഏത് ഓർഗനൈസേഷൻ ആണോ നിങ്ങളെ വിളിച്ചിട്ട് അക്സെപ്റ്റബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കും, നിങ്ങളുടെ ടാലൻസ് നോക്കും, അവർ നിങ്ങൾക്ക് ഇന്റർവ്യൂ നടത്തും, ടെസ്റ്റ് നടത്തും. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഏതൊക്കെ റിക്വയർമെന്റ് ആണോ നിങ്ങളിൽ നിന്ന് വേണ്ടത് അത് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ തീരുമാനിക്കുന്ന ആരാണ്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഫോഴ്സിനെ പ്രോപ്പർ ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. The right man on the right job at the right time for an organization. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. It places the right man on the right job at the right time. അതായത് ഒരു ജോലി ചെയ്യാൻ ആവശ്യമുള്ള ആളെ ആ കൃത്യസമയത്ത് അവിടെ പ്ലേസ് ചെയ്യുക, അവിടെ അപ്പോയിന്റ് ചെയ്യുക എന്ന ജോലിയാണ് ആർക്കുള്ളത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HRM ഡിപ്പാർട്ട്മെന്റിനുള്ളത്. Places the right man on the right job right at the right time. Okay. Then HRM develops confidence in the workforce for taking greater challenges and responsibilities. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് വർക്ക് ഫോഴ്സ് അവിടുത്തെ എംപ്ലോയീസിൽ കോൺഫിഡൻസ് കൊടുക്കാന്നുള്ളതാണ്. എംപ്ലോയീസിൽ കോൺഫിഡൻസ് കൊടുക്കുക. എന്തിനാ കോൺഫിഡൻസ് കൊടുക്കുന്നത്? ഗ്രേറ്റർ ചലഞ്ചസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓരോ സ്ഥാപനത്തിന് വലിയ ചലഞ്ചസ് ആണ് ഉണ്ടാവുന്നത്, അല്ലെ? നമുക്ക് ഇപ്പൊ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഇപ്പൊ ഫ്ലഡ് ഉണ്ടായി, 2018 ഫ്ലഡ്, ഒരുപാട് സ്ഥലത്ത് ഫ്ലഡ് വന്നു, അല്ലെ, പ്രളയം വന്നു. ഓർഗനൈസേഷനും എന്ത് ചെയ്തു? അത് കുറെ നാളുകൾ ഫ്ലഡിൽ പെട്ട് കിടന്ന ഓർഗനൈസേഷൻ എന്ത് പറ്റി? ഈ സമയത്തെല്ലാം എന്താണ് ഇതെല്ലാം ചെയ്യണമെങ്കിൽ ആ വർക്ക് ഫോഴ്സ് നല്ല കോൺഫിഡൻസ് കൊടുക്കണം. അപ്പൊ നമ്മുടെ ലോക സാഹചര്യങ്ങൾ അടിക്കടി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഓർഗനൈസേഷനെ മാറ്റിയെടുക്കണമെങ്കിൽ, ആ ചലഞ്ചസ് ഓർഗനൈസേഷൻ ഏറ്റെടുക്കണമെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളിൽ നല്ല കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ കഴിയണം. ആ ജോലി കണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്. ഇറ്റ് ഓഫേഴ്സ് അട്രാക്റ്റീവ് പേ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഒരു സ്ഥാപനത്തിൽ, ഒരു ഓർഗനൈസേഷനിൽ നന്നായിട്ട് ഒരാൾ ജോലി ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല ശമ്പളം കൊടുക്കണം, അല്ലെ? ജോലി ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ആ ജോലിയുടെ ഭാഗം ആ എംപ്ലോയിയുടെ കുടുംബവും എന്താകണം? മെച്ചപ്പെടണം. വീടുണ്ടാകണം, മക്കളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ കഴിയണം, ഭക്ഷണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. തന്റെ അധ്വാനം മറ്റു ഓർഗനൈസേഷന് വേണ്ടി ചെലവഴി തന്റെ ആ ഓർഗനൈസേഷന്റെ ഭാഗമാവുകയാണ്. അപ്പോൾ കുടുംബവും അതിൽ നിന്നും മെച്ചപ്പെടണം. അതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതിനെന്ത് വേണം? നല്ല സാലറി കൊടുക്കണം, നല്ല ശമ്പളം കൊടുക്കണം. അപ്പൊ നല്ല ശമ്പളം കൊടുക്കുന്ന ഓർഗനൈസേഷനിൽ ആരെ കിട്ടും? നല്ല ആളുകളെ കിട്ടും, ടാലന്റഡ് ആളുകളെ കിട്ടും. അപ്പോൾ ഇതെല്ലാം തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ
പ്രാധാന്യത്തിൽപ്പെട്ടതാണ്. ഇതെല്ലാം തന്നെ അവരുടെ ഡ്യൂട്ടീസ് ആണ്. ഇതെല്ലാം തന്നെ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പ്ലാനിങ് പ്രോസസ്. എങ്ങനെയാണ് നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യുന്നത്? ഓർഗനൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല വർക്ക് വേണം. അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ നല്ല കഴിവുള്ള എംപ്ലോയി ആ ഓർഗനൈസേഷൻ ഉണ്ടാകണം. എങ്ങനെയാണ് അവരെ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുക? നിങ്ങൾ ഈ ഒന്ന് നോക്കണം, കാരണം അതിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളാണതല്ലേ. അതാണ് അവർക്ക് നല്ല കഴിവുള്ള ആളെ അവർക്ക് നല്ല പരിശീലനം കൊടുക്കണം, അവർക്ക് നല്ല സാലറി കൊടുക്കണം, നല്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്. ദെൻ കറന്റ് മാൻ പവർ ഇൻവെന്ററി. ഇൻവെന്ററി ആണ് കറന്റ് ലിസ്റ്റ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, ഒരു ഓർഗനൈസേഷൻ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് നിലവിലുള്ള എണ്ണം, അതാണ് കറന്റ് മാൻ പവർ ഇൻവെന്ററി. അതിൽ വീണ്ടും ഞാൻ വരുന്നുണ്ട്. ഞാനിപ്പോ ഫ്ലോ ചാർട്ട് ഒന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് അതിലേക്ക് വരാം. കറന്റ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എന്താ ഫോർകാസ്റ്റ് ചെയ്യുക? നമ്മള് നാളെ ഘട്ടത്തിൽ അല്ലേ, നമ്മള് കാലാവസ്ഥ വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നാളെ ഇന്ന് എത്രയുണ്ട്, അതാണ് കറന്റ് മാൻ പവർ ഇൻവെന്ററി. നാളെ എത്ര വേണം, ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. മാൻ പവർ ഗ്യാപ്പ്, ഇന്നുള്ളത് എത്ര, നാളെ എത്ര വേണം, ആ ഗ്യാപ്പ്, ആ ഡിഫറൻസ്. എംപ്ലോയി പ്ലാൻ, എന്താണ് ആ ഡിഫറൻസ്, എത്ര എംപ്ലോയി ആണ് ഇനി കൂടുതൽ വേണം. ഇപ്പൊ കോവിഡ് വന്നപ്പോ എന്താ സംഭവിച്ചത്? സാധാരണ മുൻ വർഷങ്ങളിൽ വരെയൊക്കെ എന്താണ് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കറന്റ് മാൻ പവർ ഇൻവെന്ററി, ഇപ്പോൾ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം, നാളെ ആവശ്യപ്പെടുന്ന, നമുക്ക് നാളെ സ്വാഭാവികമായിട്ടും എന്താണ്, ഓരോ കമ്പനിയും ഓരോ വർഷം കഴിയും തോറും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, കൂടുതൽ അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിനകത്ത് ഒരുപാട്, ഇപ്പൊ ഒരു ആശുപത്രി ആണെങ്കിൽ കൂടുതൽ ഹോസ്പിറ്റൽ വരും. കമ്പനി ആണെങ്കിൽ അതിന് കേരളത്തിൽ 1-2 ഷോറൂം ഉണ്ടെങ്കിൽ അത് 5-6 ആകാം, കേരളം വിട്ടുപോകാം. എക്സ്പാൻഷൻസ് അല്ലെ, അതിനൊരു വിപുലീകരണങ്ങൾ വരും. അപ്പോൾ ജീവനക്കാരെ ആവശ്യമാവും അല്ലെ, കൂടുതൽ ജീവനക്കാരെ ആവശ്യം. പക്ഷെ ഇപ്പൊ കോവിഡുമായി ബന്ധപ്പെട്ട എന്താണ്, ഒരുപാട് സ്ഥാപനങ്ങളിൽ നിലവിലുള്ള ജോലിക്കാരെ ഡൗൺ സൈസ് ചെയ്തിട്ടുണ്ട്, ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള ജീവനക്കാരുടെ അത് എപ്പോഴും കൂടണമെന്നില്ല, ചില പറയാൻ ഇപ്പോൾ മാൻ പവർ നാളെ ആവശ്യമുള്ളവരുടെ എണ്ണം മൈനസ് ഇന്നുള്ളവര്, ആ ഡിഫറൻസ് ആണ് മാൻ പവർ. ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെങ്ങനെ റിക്രൂട്ട് ചെയ്യാം, അവർ മേഖലകളിൽ എന്താണ് നൈപുണ്യമുള്ളവരെയാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ മേഖലകളിൽ ടാലന്റ് ഉള്ളവരെയാണ് പ്ലാൻ ചെയ്യും, അതാണ് എംപ്ലോയി പ്ലാൻ. ഡെവലപ്മെന്റ് അല്ലെ. ഇപ്പൊ നമുക്കൊരു എന്താണ്, ഇപ്പൊ നിങ്ങൾ എന്താണ് ഒരു ഫാക്ടറി തന്നെ, ഇപ്പോ എന്തെങ്കിലും മെഷീൻസ് ഉണ്ടാക്കുന്ന ഫാക്ടറി, അത് കേരളത്തിൽ ഇപ്പോ എന്താണ്, ഇപ്പൊ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങളത് അത് കൊല്ലത്തും എറണാകുളത്തും 4-5 സ്ഥലത്തൂടെ നിങ്ങൾ ആ ഫാക്ടറി നിങ്ങൾ സപ്പോസ് ഒരു ഫാൻ ഉണ്ടാക്കുന്ന ഫാക്ടറി, ഫാനാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് മാത്രമേ അതിന്റെ ഫാക്ടറി ഉള്ളൂ. അത് സ്ഥലം കൂടി വരണം, കൂടുതൽ എംപ്ലോയീസ് വരണം. ഇങ്ങനെ കൂടുതൽ എംപ്ലോയീസ് വരുമ്പോൾ എന്ത് ചെയ്യണം, ഓരോ ഫാക്ടറിയിൽ ആവശ്യം എന്തൊക്കെയാണ്, എത്ര പേര് വേണമെന്ന് തീരുമാനിക്കണം, അവരൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെന്ന് തീരുമാനിക്കണം, അവർ ടാലന്റ് ഉണ്ടാകണം, അവർക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടാകണം. അപ്പൊ ഈ നിലയ്ക്കുള്ള ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതിനാണ് എംപ്ലോയി പ്ലാൻ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അവര് എന്ത് ചെയ്യണം, നമുക്ക് അല്ലേ, ഇപ്പൊ ഫ്രഷ് ഹാൻഡ്സിനെ എടുക്കുന്നുണ്ടല്ലേ, അതാണ് ഇപ്പൊ നമ്മള് ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പൊ ഫ്രഷ് ഹാൻഡ്സിനെ ഒരുപാട് പ്രിഫർ ചെയ്യുന്നത്, ഫ്രഷ് ഹാൻഡ്സിനെ പ്രിഫർ ചെയ്യുന്നതാണ് നല്ല പൊട്ടൻഷ്യൽ വിദ്യാർത്ഥികൾ. എന്ത് കൊടുത്താൽ മതി, അവർക്ക് നല്ല ട്രെയിനിങ്, അവരെ എന്താക്കാം, അവരെ നല്ല മിടുക്കരാക്കി മാറ്റാൻ കഴിയും. എടുക്കുന്നതാണ് ആദ്യം എംപ്ലോയീസ്. നമുക്ക് എംപ്ലോയീസിനെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, ട്രെയിനിങ്. അതിനുശേഷം അപ്രൈസൽ ഓഫ് മാൻ പവർ പ്ലാൻ, ഇവാലുവേഷൻ. ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള മാൻ പവറിനെ സംബന്ധിച്ച് ഒരു പരിശോധന, എത്രമാത്രം ഇവര് പൊട്ടൻഷ്യൽ ആണ്, എത്രമാത്രം കഴിവുള്ളവരാണ്, ഓരോ വർഷം കഴിയുന്തോറും ഒരു പരിശോധന നടത്തും. അതിനാണ് അപ്രൈസ് ഓഫ് മാൻ പവർ പ്ലാനിങ്. ഇതാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ. ഇതാണ്
കൊടുക്കുക, നമുക്ക് ഒരു ഓർഗനൈസേഷന് കൂടുതൽ എക്സ്പാൻഷൻ അതിനാവശ്യമുള്ള അഡീഷണൽ വേണ്ട എംപ്ലോയീസിന്റെ ആ ലിസ്റ്റ് എടുക്കുക, ആ ഗ്യാപ്പ് എത്രയാ നോക്കുക, ആളുകളെ എങ്ങനെ റിക്രൂട്ട് ചെയ്യണമെന്ന് ആലോചിക്കുക, അത് പ്ലാൻ ചെയ്യുക, അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുക. ഇങ്ങനെ ട്രെയിനിങ് കൊടുത്ത് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിനെ അവരുടെ പെർഫോമൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, അപ്രൈസൽ ചെയ്തുകൊണ്ടിരിക്കണം. ഈ പ്രക്രിയയാണ്. ഇത് തന്നെയാണ് ഞാൻ ഇവിടെ താഴെ എഴുതിയിട്ടുള്ളത്. കാരണം മാൻ പവർ ഇൻവെന്ററി, ഞാൻ അതിലേക്കൊന്നും ദീർഘമായിട്ട് പോകുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ആ PPT ഒന്ന് സപ്ലൈ ഇതെല്ലാം നിങ്ങളൊന്ന് നോക്കി പോയാൽ മതി. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വീണ്ടും ചോദിക്കാം. ഞാൻ വിശദമാക്കുന്നത് അപ്രൈസലിലേക്ക് നമുക്ക് വരാം. Performance appraisals are important in determining how well employees are performing at various stages of their employment. ഏതൊരു ഓർഗനൈസേഷന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ അപ്പോയിന്റ് കഴിഞ്ഞാൽ അപ്പോയിന്റ് ചെയ്തതിനു ശേഷവും ഇവർ കൃത്യമായി ജോലി ചെയ്യുന്ന പോകുന്നുണ്ടോ എന്നൊരു പരിശോധന ആവശ്യമാണ്. അതാണ് അപ്രൈസൽ. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ നല്ല നടത്തിപ്പിന്, അതൊരു സക്സസ്ഫുൾ റണ്ണിങ്ങിന് എപ്പോഴും ഈ അപ്രൈസൽ പ്രോസസ് വളരെ ഇമ്പോർട്ടന്റ്. അതാണ് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽസ് ആർ how well employees are performing at various stages of their employment. Key performance objectives must be in the appraisal to achieve the organizational goal. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. Key performance objectives. അപ്രൈസലിനകത്ത് എന്താണ് കീ പെർഫോമൻസ് ഒബ്ജക്റ്റീവ്സ്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന അതിൻ്റെ അകത്ത് നടത്തണം. ഉദാഹരണത്തിന് ഒരു എംപ്ലോയി ഒരു ദിവസം എത്ര വർക്ക്, എത്ര നേരം ജോലി ചെയ്യുന്നു, അവൻ എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രോഡക്റ്റിന്റെ എഫിഷ്യൻസി, ആക്യുറസി എത്രമാത്രം, ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളിലും എന്താണ് അവന്റെ പെർഫോമൻസ്, എത്രമാത്രം ഡിസിപ്ലിൻഡ് ആണ്, അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ ആണ്. ആ എംപ്ലോയി മറ്റ് കോ വർക്കേഴ്സിനോട് എത്രമാത്രം ഹാർമോണിയിലാണ്, സഹകരണത്തോടെ അവിടെ വർക്ക് ചെയ്യുന്നു, ഇതെല്ലാം തന്നെ അല്ലെ ഒരു ചിലപ്പോൾ ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും, മോശമായ ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് വേണം, അപ്രൈസൽ ചെയ്തുകൊണ്ട് വേണം ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ഏതെങ്കിലും എംപ്ലോയി ആ കമ്പനി ഡിമാൻഡ് ചെയ്യുന്ന പെർഫോമൻസിലേക്ക് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ എംപ്ലോയി വിളിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കണം. അഡീഷണൽ ട്രെയിനിങ് വേണ്ടവർക്ക് അഡീഷണൽ ട്രെയിനിങ് കൊടുക്കണം. ഞാൻ ട്രെയിനിങ്ങിലേക്ക് വീണ്ടും വരാൻ പോവുകയാണ്. ഉള്ള ഒരു അപ്രൈസൽ സംവിധാനം ഉണ്ടാകണം. ഈ മൊത്തത്തിൽ ഇതിനെ പറയുന്ന പേരാണ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ പ്ലാനിംഗ് ഡിറ്റർമിൻസ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ വർക്ക്ഫോഴ്സ് നീഡ്സ് ഫോർ ആൻ ഓർഗനൈസേഷൻ. ശരിക്കും ഒരു ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ? ഇപ്പോഴുള്ളതും ഇനി വേണ്ടതുമായിട്ടുള്ള വർക്ക് ഫോഴ്സിനെ പ്ലാൻ ചെയ്യുക, ആ പ്രവർത്തനമാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് കൊണ്ട് നടക്കുന്നത്. സ്പീഡിൽ പോകുന്നു എന്ന് തോന്നണ്ട, നിങ്ങൾക്ക് സംശയമുള്ളത്? നമ്മൾ താമസിച്ചത് കൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോകേണ്ടി വന്നത്. ഇതിൽ ഏറ്റവും പ്രധാന മാനേജ്മെന്റിൽ ഏറ്റവും നേരത്തെ പറഞ്ഞു ഒരു ഓർഗനൈസേഷൻ അതിനാവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് എന്താണ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് ഞാൻ തന്നെ ഒരു ബയോമെഡിക്കൽ ഓർഗനൈസേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നോക്കുക. ബയോമെഡിക്കൽ ടെക്നീഷ്യൻസ് ഉണ്ടാകാം, ഇവരെയൊക്കെ ഒന്ന് വേണ്ടി സൂപ്പർവൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കുക. അപ്പൊ ഈ നിലയിലുള്ള പരിശോധന എന്താണ് നമ്മൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എക്സ്ക്യൂസ് മീ രാജേഷ് സാർ, ഓഡിയോ കേൾക്കുന്നില്ല.
രാജേഷ് സാർ കേൾക്കാവോ? ടെക്നോളജി ഇങ്ങനെ അഡ്വാൻസ് ചെയ്യുമ്പോൾ എന്താണ് എപ്പോഴും ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ഈസ് വെരി എസെൻഷ്യൽ. ട്രെയിനിങ് ഈസ് വെരി എസെൻഷ്യൽ. വിത്തൗട്ട് nobody can perform well in an organization. ഒരാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ട്രെയിനിങ്, നമുക്ക് ആ ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫസ്റ്റ്, എൻഷുർ employees at all levels of industry. ട്രെയിനിങ് കൊടുക്കുന്നത് ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലെവലിലുമുള്ള മുഴുവൻ എംപ്ലോയീസിനെ സപ്ലൈ ചെയ്യുക ആണ് ഏറ്റവും. വർക്കേഴ്സ് ആണെങ്കിൽ എന്താണ്, അവർക്ക് എപ്പോഴും ഹാൻഡ്സ് ഓൺ അല്ലെ, അവരെപ്പോഴും ടൂൾസുമായി നേരിട്ട് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്. സൂപ്പർവൈസേഴ്സ് ആണെങ്കിലോ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സ്കിൽ ഉണ്ടാകണം, സ്കിൽ ഉണ്ടാകണം. അതിന്റെ മുകളിലുള്ള മാനേജർക്കാണെങ്കിലോ അവർക്ക് മൊത്തം മാനേജ് ചെയ്യണം. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും തന്നെ എന്താണ് ഓരോ ഘട്ടത്തിലും ഓരോ ലെവലിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്. ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി. ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ഓർഗനൈസേഷൻ നിൽക്കാൻ പറ്റും. പ്രൊഡക്ടിവിറ്റി ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടാണ് ട്രെയിനിങ്? നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആയിരിക്കും നാളെ ഉപയോഗിക്കുന്ന ടെക്നോളജി മാറാം. ആ ടെക്നോളജി അനുസരിച്ചിട്ട് ആ പ്രൊഡക്ടിവിറ്റി, ആ എക്യുപ്മെന്റ് നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ, അല്ലെ ആ പ്രോഡക്റ്റ് കൃത്യം ആക്യുറേറ്റ് ആയിട്ട് അത് ഡിസൈൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഓരോ ഘട്ടത്തിലും കൃത്യമായി ട്രെയിനിങ് ആവശ്യം. അറ്റൈൻ പ്രിസിഷൻ ആൻഡ് ക്ലാരിറ്റി. കാര്യമില്ല, കുറെയൊക്കെ തന്നെ ക്ലിയർ ആണ് അല്ലെ, സെൽഫ് എക്സ്പ്ലനറി ആണ്, വാക്കുകൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അറ്റൈൻ പ്രിസിഷൻ ആൻഡ് ക്ലാരിറ്റി. നല്ല പ്രിസിഷൻ ഉണ്ടാക്കണമെങ്കിൽ ടു റെഡ്യൂസ് വേസ്റ്റേജ്, ആക്സിഡന്റ്സ്, ഫാറ്റിഗ്, ലേബർ. കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തില്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും അല്ലെ. നമ്മൾ ഉണ്ടാക്കുന്ന എത്ര ഉണ്ടാക്കിയാലും സാധനം ശരിയാകത്തില്ല അല്ലെ, വേസ്റ്റ് ആയി പോകും. അപ്പൊ കൃത്യമായി ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ നല്ല ആക്യുറേറ്റ് ആയിരിക്കും, അത്രയും വേസ്റ്റ് കുറയും. വേസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ആരുടെ റിസോഴ്സാണ് നഷ്ടപ്പെടുന്നത്? ഓർഗനൈസേഷന്റെ റിസോഴ്സാണ് നഷ്ടപ്പെടുന്നത്, നിങ്ങളിലൂടെ നമ്മുടെ എംപ്ലോയിലൂടെ നഷ്ടപ്പെടുന്നത്. കമ്പനി വേസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. ആക്സിഡന്റ്സ്, കൃത്യമായ ജോലിയിൽ അല്ലെ, എന്റെ ജോലിയിൽ ട്രെയിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ഷോക്ക് ആക്കാം, ആക്സിഡന്റ്സ് ഉണ്ടാകാം. ഇപ്പൊ ഒരു പവർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആള് അല്ലെ, നമ്മുടെ ഇപ്പൊ ഒരുപാട് അവിടെ വർക്ക് ചെയ്യുന്നത്, ജനറേറ്റർ അടുത്ത് വർക്ക് ചെയ്യുന്നവര് ട്രെയിൻഡ് എംപ്ലോയീസ് അല്ല എന്നുണ്ടെങ്കിൽ ഫാറ്റിക്, ക്ഷീണം അല്ലെ. ചില ആളുകൾക്ക് എത്ര ചെയ്താലും എന്താണ് ശരിയാകത്തില്ല, കുറെ നേരം ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്തോ മടുക്കും, ക്ഷീണമുണ്ട്. പ്രോപ്പർലി ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട്. പ്രോപ്പർലി ട്രെയിൻഡ് അല്ല എങ്കിൽ എന്താണ്, ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ കഴിയില്ല, കുറെ കഴിയുമ്പോൾ മടുക്കും. ലേബർ ടേൺ ഓവർ, ആബ്സെന്റ് എന്താണ്, നമുക്കൊരു കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആബ്സെന്റ് ആവും, നമ്മുടെ ശ്രദ്ധ വിട്ടുപോകും. ഓവർ ടൈം, നമ്മൾ കൂടുതൽ സമയം എടുക്കും. ഇതെല്ലാം തന്നെ കമ്പനിയുടെ സക്സസ്ഫുൾ റണ്ണിങ്ങിനെ ബാധിക്കും. അപ്പോൾ ഈ വേസ്റ്റേജ് കുറയ്ക്കുക, ആക്സിഡന്റ് കുറയ്ക്കുക, ഫാറ്റിഗ് കുറയ്ക്കുക, ഇതിനെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ട്രെയിനിങ് ആവശ്യം. ആൻഡ് ഗുഡ് റിലേഷൻസ്. എംപ്ലോയി മുറയിൽ ഒരു എംപ്ലോയി കോൺഫിഡൻസ് കൊടുക്കുക. എനിക്ക് ആ ജോലി എന്നിട്ട് അറിയാം അല്ലെ. ഇപ്പൊ ഗൾഫിലൊക്കെ പോകുന്നവർ എങ്ങനെയാണ്, നമ്മളെ ഇവിടെ പോലെ കൈവീശി പോകാൻ പറ്റുമോ? ഗൾഫിൽ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകണമെങ്കിൽ ആ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന കൃത്യം ജോലി അറിയാവുന്നവർക്കേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ജോലി അറിയാൻ നല്ല കോൺഫിഡൻസ് ആവും. അങ്ങനെ ഒരു എംപ്ലോയിക്ക് നല്ല മുറയിൽ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ എന്തുണ്ടാവണം, നല്ല ട്രെയിൻഡ് ആയിരിക്കും, ട്രെയിനിങ് കൊടുക്കണം. കോപ്പറേഷൻ അതുണ്ടാകണം, മറ്റുള്ളവരുമായി എങ്ങനെ സഹകരിച്ച് ജോലി ചെയ്യണം അല്ലെ. ഒരു ജോലി, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ മാത്രം ആയിരിക്കത്തില്ല ആ പ്രോഡക്റ്റിൽ വർക്ക് ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യണം അല്ലെ. ഒരുപാട് ആളുകളുടെ ഒരു എന്താണ് കമ്പൈൻഡ് എഫർട്ടാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. കോപ്പറേറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്ന ആ ഒരു ഹാർമോണിയിൽ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം, അത് ട്രെയിനിങ്ങിലൂടെ കൊടുക്കാം. ഗുഡ് റിലേഷൻസ്, ആ കമ്പനിയിലെ നല്ല എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്താൻ കഴിയണം, ഇതെല്ലാം നമുക്ക് ട്രെയിനിങ്ങിലൂടെ കൊടുക്കാൻ കഴിയും. ടു ഇൻകൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റെലവൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി. എന്താണ്, മാറി മാറി വരുന്ന അതുമായി ബന്ധപ്പെട്ട് നല്ല ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ്, നല്ല കാഴ്ചപ്പാട്, അതുമായി നല്ല അറിവ് കൊടുക്കാൻ എന്തിനേ കഴിയുള്ളൂ, ടെക്നോളജിക്ക് കഴിയും, നമ്മുടെ ട്രെയിനിങ് പ്രോസസ്സിലൂടെ കഴിയും.
സ്റ്റാൻഡർഡൈസ്ഡ് വർക്ക് മെത്തേഡ്സ്, ഏറ്റവും കൂടുതൽ സ്റ്റാൻഡർഡൈസ്ഡ്, ലോകം അംഗീകരിച്ചിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് അത് പരിശീലിപ്പിക്കണമെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ്. ടു പ്രൊമോട്ട് ടീം വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് കമ്പൈൻഡ് എഫർട്ടിലാണ്, ഒരു ടീം വർക്ക് ഉണ്ടാകണം. 5 പേര് ഒരുമിച്ച് ജോലി ചെയ്യുന്നത് എന്താണ്, അത് ഒരാളൊന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് സമയത്ത് ഉണ്ടാവത്തില്ല. ഇപ്പൊ ടീം വർക്ക്, അതിനെന്ത് വേണം, ട്രെയിനിങ് വേണം. നല്ല വർക്ക് ഹാബിറ്റ്സ് അല്ലെ, നമുക്ക് നല്ല നല്ല വർക്ക് ഹാബിറ്റ്സ് ഉള്ള അവരെ കൃത്യമായിട്ട് ഡിസിപ്ലിൻ ആയിരിക്കും, കൃത്യം യൂണിഫോം ഉണ്ടാവും, ഗ്ലൗസ് ധരിക്കുന്നത് ഗ്ലൗസ് ധരിക്കും. നല്ല വർക്ക് ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ എന്താണ് പ്രോപ്പർ ട്രെയിനിങ്. ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് ഹയസ്റ്റ് ലെവൽ, ഓരോ എംപ്ലോയിയും ആ വ്യക്തി ജോലി ചെയ്യുന്നതിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ ഹയസ്റ്റ് ലെവലിൽ വരുമ്പോഴാണ് അവൻ ആ എംപ്ലോയിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ കിട്ടുന്നത്. എംപ്ലോയിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ കിട്ടുമ്പോഴാണ് ആ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നത്, കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നത്. ഇതിനെല്ലാം എന്ത് ആവശ്യമാണ്, നമുക്ക് ട്രെയിനിങ് ആവശ്യം. ടൈപ്സ് ഓഫ് ട്രെയിനിങ്, നമുക്ക് ഏതൊക്കെ ട്രെയിനിങ് ആണെന്ന് ചെറിയൊരു ഫിഗറാണ് ഞാൻ കൊടുക്കുന്നത്. ജസ്റ്റ് ആ ഫിഗറിലേക്ക് വന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. എന്തൊക്കെ ടൈപ്പ് ട്രെയിനിങ്ങുകളാണ് നമുക്ക് നാട്ടിൽ പൊതുവെ നമ്മുടെ ഓർഗനൈസേഷൻസ് സ്വീകരിക്കുന്നത്, എന്തൊക്കെ ടൈപ്പ് ട്രെയിനിങ്ങുകളാണെന്ന് നമുക്ക് നോക്കാം. ട്രെയിനിങ് നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കുറച്ച് ഏൻഷ്യൻ മെത്തേഡ്സ്, പഴയ കാലത്ത് ഉണ്ടായിരുന്ന പരിശീലന കാര്യങ്ങൾ മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10 കാര്യങ്ങളാണ്, 10 ടൈപ്സ് ആണ് പറയുന്നത്. ഞാനൊന്ന് ഫിഗറിൽ ഒന്ന് വായിച്ചു പോവാം. ഇൻസ്ട്രക്ടർ ലെഡ് ട്രെയിനിങ്, ഇ ലേണിംഗ്, തേർഡ് വൺ സിമുലേഷൻ എംപ്ലോയി ട്രെയിനിങ്, then coaching or mentoring, lectures, group discussion and activities, role playing, management specific, case studies or required reading. നമുക്ക് അതിലേക്ക് വീണ്ടും വരാം. ഫസ്റ്റ് എന്താ ഞാൻ പറഞ്ഞത്, ഇൻസ്ട്രക്ടർ ലെഡ് ട്രെയിനിങ്. എന്താണ് ഇൻസ്ട്രക്ടർ ലെഡ് ട്രെയിനിങ്? ഒരു ഇൻസ്ട്രക്ടർ ലീഡ് ചെയ്യുന്ന ട്രെയിനിങ്. അത് നമ്മൾ സാധാരണ നമ്മൾ ഇതുവരെ കണ്ടുവരുന്ന എന്താണ്, നമ്മുടെ ക്ലാസ് റൂം പോലെ ക്ലാസ് റൂം ട്രെയിൻ. എന്താണ്, ഇപ്പൊ ഒരു കമ്പനിയിൽ 50 എംപ്ലോയീസ് വേണമെങ്കിൽ ആ 50 എംപ്ലോയീസിനെ ഒരു ക്ലാസ് റൂമിൽ ഇരുത്തി അവരെന്ത് ചെയ്യുക, ഒരു ഇൻസ്ട്രക്ടർ അവരെ പഠിപ്പിക്കും. വെച്ചിട്ട് അവർക്ക് ആ ബോർഡിൽ എന്തൊക്കെയാണോ വേണ്ടത്, എന്താണോ അവരെ പഠിപ്പിക്കേണ്ടത്, അതിന്റെ തിയറി, അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ വേണ്ടത്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, സാധാരണ നമ്മുടെ ക്ലാസ് റൂം ട്രെയിനിങ്. അതാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ലെഡ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിച്ചത്. സെക്കൻഡ് വൺ എന്താണ്, ഇ ലേണിംഗ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഞാനും നിങ്ങളും കൂടി, ഞാൻ വഴി നിങ്ങളിലേക്ക് എത്തുന്ന ഈ പ്രോസസ്സാണ് ഇ ലേണിംഗ്. നമുക്ക് ഇതുപോലെ റിമോട്ടായിട്ട് ഇരുന്നുകൊണ്ട് അല്ലെ, ഇപ്പൊ ഇത്തരം അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ മൊബൈൽ ഇത്തരം കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ മൊബൈലിലോ സ്മാർട്ട് ഫോണോ ഉണ്ടെങ്കിൽ ആ എംപ്ലോയിയുടെ സ്മാർട്ട് ഫോണിൽ നല്ല വീഡിയോസ് അല്ലെങ്കിൽ നല്ല ഇൻഫർമേഷൻസ് കൊടുത്താൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ പഠിക്കും. പ്രോസസ്സിനെ നമ്മൾ ഇ ലേണിംഗ് എന്ന് പറഞ്ഞു. അതായത് ഒരു എന്താണ്, കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ കൂടി ഇപ്പോൾ. തേർഡ് വൺ ഈസ് സിമുലേഷൻ എംപ്ലോയി ട്രെയിനിങ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റിയാലിറ്റി ഡിവൈസ്, എന്താണോ നമ്മൾ പഠിക്കേണ്ടത് ആ പഠിക്കേണ്ടതിനെ സംബന്ധിച്ച് അത് സിമുലേറ്റ് ചെയ്ത് കാണിക്കും. ഒരു വെർച്വൽ റിയാലിറ്റി ഡിവൈസ് നമ്മൾ ചെയ്യേണ്ടത് അത് റോബോട്ട്, എങ്ങനെയാണ് ഒരു വെർച്വൽ റിയാലിറ്റി ഡിവൈസ്, അതൊരു വീഡിയോ ആകാം. റിയാലിറ്റി ഡിവൈസിലൂടെ നമ്മൾക്ക് എന്താണോ പഠിക്കേണ്ടത്, നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, അത് നമ്മളെ പഠിപ്പിക്കുന്ന ആ ടെക്നിക്കാണ് സിമുലേഷൻ എംപ്ലോയി ട്രെയിനിങ്. ഒരുപാട് ഓർഗനൈസേഷൻ എല്ലാം തന്നെ ഈ സിമുലേഷൻ എംപ്ലോയി ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, ആ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നു. ദെൻ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, അത് നമ്മൾ സാധാരണ നമ്മുടെ ലാബുകളിലൊക്കെ നിങ്ങൾക്ക് എക്യുപ്മെന്റ് നമ്മളും കൂടി നേരിട്ട് നടത്തുന്ന, നമുക്ക് പറഞ്ഞു തരുന്ന ആ ട്രെയിനിങ്ങിനെയാണ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്. ഒരു എക്യുപ്മെന്റ് ചെയ്യുന്നത്, ആ എക്യുപ്മെന്റിന്റെ പാർട്സ് എന്തൊക്കെയാണ്, ആ എക്യുപ്മെന്റ് തുറന്ന് പാർട്സ്, അതിന്റെ പവർ സപ്ലൈ യൂണിറ്റ് എന്താണ് അത് കാണിക്കും. അങ്ങനെ ഓരോ പാർട്സും നേരിട്ട് തുറന്ന് നമ്മൾ നേരിട്ട് നൽകുന്ന പരിശീലനം, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്. ദെൻ കോച്ചിങ് ഓർ മെന്ററിങ്, അത്
തന്നെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വെർഷൻ ആണ്. അതായത് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് തന്നെ. പക്ഷെ നമ്മളെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരാളുണ്ടാവും, നമ്മളെ മെന്റർ ചെയ്യാൻ വേണ്ടി എപ്പോഴും ഉണ്ടാവും. സാധാരണ ഒരു 10-25 പേരുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ ഒരു 2-3 ബാച്ച് ആയിട്ട് 3 പേരുടെ ബാച്ച്, ഒരു 3 ആളുകളുടെ വെച്ചുള്ള ബാച്ച് ഡിവൈഡ് ചെയ്യുക. ഓരോ ബാച്ചിനും ഒരു മെന്റർ കൊടുക്കുക. അപ്പൊ ആ മെന്റർ ആണ് ഈ 3 പേരെ പരിശീലിപ്പിക്കുന്നത്. അപ്പൊ ഈ 3 പേരും മെന്ററും തമ്മിൽ വലിയ റിലേഷൻഷിപ്പ് ഉണ്ടാവും. നല്ല എഫിഷ്യന്റ് ആളായിരിക്കും, നല്ല വെറ്ററൻ, നല്ല എക്സ്പീരിയൻസ്ഡ് ആളായിരിക്കും ഈ മെന്റർ. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവുകൾ ഈ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിലൂടെ അവർക്ക് പകർന്നു. ട്രെയിനിങ് തന്നെ ഒരു മെന്ററുടെ, ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സന്റെ സഹായത്തോടു കൂടി സൂപ്പർവിഷനോട് കൂടി നൽകുന്ന പരിശീലനത്തെയാണ് കോച്ചിങ് ഓർ മെന്ററിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ലെക്ചേഴ്സ്. ലെക്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവെ നമ്മൾ നടത്തുന്ന ഒരു വലിയ ഫാക്ടറിയിൽ ഒരു 500 പേരെ സംബന്ധിച്ച് അവർക്ക് ഒരു കോമൺ ആയിട്ട് കുറെ കാര്യങ്ങൾ, ഫാക്ടറിയുടെ പൊതു ഡിസിപ്ലിൻ. അപ്പൊ വന്നു ഒരു 25 പേരുള്ള ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ആ കൊറോണ കാലത്ത് ഷട്ട് ഡൗൺ ചെയ്യുന്നില്ല, അത് ഫംഗ്ഷൻ ചെയ്യാൻ ഇപ്പൊ സർക്കാർ ഓർഗനൈസേഷൻ കൊടുത്തല്ലോ, അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ. 25 പേരുള്ള ഒരു റബ്ബർ ഇൻഡസ്ട്രി ഈ കൊറോണ കാലത്തും ഫംഗ്ഷൻ ചെയ്തിട്ടുള്ള കുറെ ഇൻഡസ്ട്രികളിൽ ഒന്നാണ് റബ്ബർ ഇൻഡസ്ട്രി. ഈ ഗ്ലൗസും അതുപോലെ തന്നെ അത്തരം പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി. അപ്പോൾ ഡിസ്റ്റൻസ് പാലിക്കണം. അവര് ദിവസവും പുറത്തുനിന്ന് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, കൈ സാനിറ്റൈസ് ചെയ്യണം, മാസ്ക് കൃത്യമായിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർക്ക് കോമൺ ആയിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കോമൺ ഗ്രൂപ്പിന്, ഒരു കോമൺ ഓർഗനൈസേഷന്റെ കോമൺ ഇഷ്യൂസ് ഒരു ലെക്ചറിങ്ങിലൂടെ നടത്തുന്ന അത്തരം പരിശീലനമാണ് നമ്മൾ ലെക്ചറേഴ്സ് എന്ന് പൊതുവെ പറയുന്നത്. ദെൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. പൊതുവെ നമുക്ക് ചില ഓർഗനൈസേഷൻ്റെ അകത്ത് എന്താണ് സാധാരണ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മളൊരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു വർക്കർ എന്നുള്ളതിലുപരി കുറെ കൂടി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടിയൊക്കെ ആവശ്യപ്പെടുന്ന പോസ്റ്റുകളുണ്ട്. ഇപ്പൊ അവരിപ്പോ ക്ലയൻസിനോട് നന്നായി സംസാരിക്കേണ്ടവരായിരിക്കും, ചില ഫീൽഡ് റെപ്രസെന്റേറ്റീവ്, ഫീൽഡ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോയി, മറ്റ് ഫാക്ടറിയിൽ പോയി, മറ്റ് സ്ഥാപനങ്ങളിൽ പോയി അവിടെ വർക്ക് ഓർഡർ പഠിക്കേണ്ടവരുണ്ടാവും, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നിടത്ത് അവരുടെ പ്രൊഫിഷ്യൻസി, ലാംഗ്വേജിലെ പ്രൊഫിഷ്യൻസി കൂടി അളക്കുന്ന ഒന്നാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് അതർ ആക്ടിവിറ്റീസ്. ഒരു പർട്ടിക്കുലർ ടോപ്പിക് അവർക്ക് കൊടുക്കുക, ഗ്രൂപ്പിനെ ഒരു 10-12 പേര് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ അവരെ ഇങ്ങനെ ഒരു സർക്കുലർ ഫോമിൽ അവരെ ഇരുത്തുക, ഒരു ടോപ്പിക് അവർക്ക് കൊടുക്കുക, ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുക. ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്കിന് പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. പക്ഷെ അവസാനം ഒരു ഡിസ്കഷനിലേക്ക്, അതിനൊരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ എന്താണ്, അതിൻ്റെ അകത്ത് ഒരാൾ മെന്റർ ചെയ്ത് വരും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതൽ ആ ടോപ്പിക്കിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആള് എന്താണ്, അവർക്ക് ദേ ഷുഡ് ഹാവ് or they are having some leadership qualities ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഒരു കാര്യം പറഞ്ഞ് മറ്റുള്ള അവരുടെ എന്താണ് സ്കില്ല്, ഇത്തരം കാര്യങ്ങളൊക്കെ വാല്യുവേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. ഇത് തന്നെ നമ്മുടെ ഒരു ടാസ്ക്, ആ ടാസ്ക് ഒരു ഗ്രൂപ്പിന് ഉദാഹരണം എന്താണ്, ഇപ്പോ ഒരു LIC ഒരു എന്താണ്, അല്ലെങ്കിൽ ഒരു എന്താണ് LIC വേണം, ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലയന്റിന്റെ അടുത്തേക്ക് ചെല്ലുക. ആ ക്ലയന്റിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ക്ലയന്റ് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും, നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായാലും നമ്മൾ എന്ത് മറുപടി കൊടുക്കണം. ഇങ്ങനെ ഒരു ടാസ്ക് ഒരാൾക്ക് കൊടുത്തിട്ട്, ഒരു ഗ്രൂപ്പിന് കൊടുത്തിട്ട്, അതൊരു റോൾ മോഡലിലൂടെ, അതൊരു സ്കിറ്റ് ആകാം, അങ്ങനെ അതൊന്ന് പ്രസന്റ് ചെയ്ത് കാണിക്കുക. അത്തരത്തിലേക്കുള്ള ട്രെയിനിങ് പ്രോസസ്സാണ് ഈ റോൾ പ്ലേയിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. Then management specific activities. Management specific activities പോസ്റ്റുകളിലേക്ക് വരേണ്ടതാണ് അല്ലെ, ഇപ്പൊ സൂപ്പർവൈസറി പോസ്റ്റുകളിലേക്ക് വരേണ്ട ആളുകൾ, അപ്പൊ അവർക്ക് അവരുടെ കീഴിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അങ്ങനെ വരേണ്ട ആളുകൾക്ക് എല്ലാ എംപ്ലോയീസും ഒരുപോലെ ആയിരിക്കത്തില്ല. ചില ഗ്രാസ് റൂട്ട് ലെവൽ എംപ്ലോയീസ് ഉണ്ടാവും, അവരോട് ചിലപ്പോൾ ഹാർഷ് കടുപ്പത്തിൽ സംസാരിക്കേണ്ടി വരും. ടോപ്പ് മോസ്റ്റ് എംപ്ലോയീസ് ഉണ്ടാവും, അവരോട് വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കും. എല്ലാവരോടും പൊളൈറ്റായിട്ട് സംസാരിക്കണം, പക്ഷെ ചില സ്ഥലത്തൊന്നല്ല,
പറഞ്ഞു വരുന്നത് അപ്പോൾ എല്ലാമായിട്ടും നല്ല ഹാർമോണിയസ് ആയിട്ട് അവരെ ഡീൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാനേജർ സ്കിൽ, അത്തരം ആ നിലയിലേക്ക് വേണ്ട ആളുകൾക്ക് കൊടുക്കുന്ന പരിശീലനമാണ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് കേസ് സ്റ്റഡീസ് ഓർ റിക്വയർഡ് റീഡിങ്. കേസ് എന്താണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലീഗൽ അത്തരം ഓർഗനൈസേഷൻസിലാണ് ഒരു ഇഷ്യൂ വരുമ്പോൾ സമാനമായിട്ട് അതിനെ കുറിച്ച് പഠിക്കും. ഹോസ്പിറ്റലിൽ തന്നെ ഒരു പർട്ടിക്കുലർ ഡിസീസ്, ആ ഡിസീസിനെ സംബന്ധിച്ച് ഇപ്പൊ നിപ്പ തന്നെ ഒന്നുമല്ല, നിപ്പ നമ്മൾ എങ്ങനെ കണ്ടെത്തിയത്? പനി സമാന സ്വഭാവമുള്ള ആദ്യം നിപ്പ പനി, ആ നിപ്പ ആണെന്ന് നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് ഏത് പനിയാന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന്റെ ആ കേസ് പഠിച്ചു, ആ പനിയുടെ സിംറ്റംസ് എല്ലാം പഠിച്ചു. അങ്ങനെയാണ് അവസാനം നിപ്പയുടെ സിംറ്റംസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിലേക്ക് കൺക്ലൂഷൻ. അങ്ങനെ കേസ് സ്റ്റഡീസ്, അപ്പൊ അതൊരു ട്രെയിനിങ് ആണ്. ഇത്തരത്തിൽ അത് എന്താണ്, അപ്പൊ സമാനമായിട്ടുള്ള കേസുകൾ പഠിച്ച് അതിൽ നിന്നും കൂടുതൽ അറിവുകൾ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഈ നിലയിൽ പരിശീലനങ്ങൾ നമ്മൾ നൽകാറുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കൊണ്ട് ആ ഓർഗനൈസേഷന്റെ തന്നെ പ്രോഫിറ്റ്, ഏതൊരു ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നത് പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനം അതൊരു ഓർഗനൈസേഷൻ ആണ്. എന്താ നമ്മുടെ പ്രോഫിറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? അല്ലെ നമ്മുടെ എയിം എന്താണ്? ബെറ്റർ റിസൾട്ട് അല്ലെ. ഇവിടുത്തെ നമ്മൾ വിദ്യാർത്ഥികൾ അധ്യാപകരും ചേർന്നുകൊണ്ട് എന്താണ് ബെറ്റർ റിസൾട്ട്. അപ്പൊ കുട്ടികളിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കുക, നിങ്ങൾക്ക് നല്ല ട്രെയിനിങ് നൽകുക. ഞാൻ ഈ പറഞ്ഞ എല്ലാ ട്രെയിനിങ്ങും നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലെ. ഇൻസ്ട്രക്ഷൻ ലെഡ് ട്രെയിനിങ് വരുന്നുണ്ട്, ക്ലാസ് റൂം ട്രെയിനിങ് വരുന്നുണ്ടല്ലോ, ഇ ലേണിംഗ് വരുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് പല ആളുകൾക്കും എന്താണ് അസൈൻമെന്റ്സ് കൊടുക്കുന്നുണ്ട്, വാട്സാപ്പ് വഴി ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്, ഇ ലേണിംഗ് നടക്കുന്നുണ്ട്. അവിടെ സിമുലേഷൻ അല്ലെ, ലാബുകളിലൊക്കെ സിമുലേഷൻ അല്ലെ, സിമുലേറ്റേഴ്സ് ഉണ്ട്, ലാബ് പരിശീലനം നടക്കുന്നുണ്ട്. നമ്മുടെ ലാബുകളെല്ലാം ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് നടക്കുന്നുണ്ട്. മെന്ററിങ് അല്ലെ, നിങ്ങളുടെ ഡെമോൺസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സ് അല്ലെ, ട്രേഡ്സ്മാൻ, അവരാ നിങ്ങളുടെ മെന്റർ. അവർ നിങ്ങൾക്ക് പറഞ്ഞു ഓരോ ബാച്ചിന്റെ മെന്റേഴ്സ് ആണ് അവര്. അത് പറഞ്ഞു തരുന്നുണ്ട്. ലെക്ചറേഴ്സ് അല്ലെ, കോമൺ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ പ്രിൻസിപ്പളൊക്കെ വലിയ ക്രൗഡിനെ വെച്ചിട്ട് സെമിനാർ ഹാളിലൊക്കെ ഇരുത്തിയിട്ട് കോമൺ കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ മുഴുവൻ ആളുകളും ചെയ്യേണ്ട കാര്യങ്ങൾ പറയാറുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെ, നമ്മുടെ ഫിനിഷിംഗ് സ്കൂള്, ഞാനവിടെ വെച്ചുള്ള സമയത്ത് ഫിനിഷിംഗ് സ്കൂൾ ഇപ്പോഴും ഉണ്ട്. ഫിനിഷിംഗ് സ്കൂള് ഞാൻ അന്നത്തെ അനുഭവം പറയാണ്. അന്ന് ഫിനിഷിംഗ് സ്കൂൾ ആക്ടിവിറ്റീസ് ഭാഗമായി എന്താണ് ഫിനിഷിംഗ് സ്കൂള്? പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ഒന്നുകൂടി ഷാർപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ഷാർപ്പൺ ചെയ്യണം. നിങ്ങളാകുന്ന കത്തി ഒന്നുകൂടി അതാണ് ഫിനിഷിംഗ് സ്കൂൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് പരിശോധിക്കുക, അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി. ദെൻ റോൾ പ്ലേയിങ്, ഈ ഫിനിഷിംഗ് സ്കൂളിന്റെ ഭാഗമായിട്ട് ഓരോ ടാസ്ക് കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് റോൾ പ്ലേയിങ്, റോൾ മോഡൽസ്, അത്തരം ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റ് സ്പെസിഫിക് ആക്ടിവിറ്റീസ്, നമ്മൾ ഇന്റർവ്യൂസ്, പോസ്റ്റിലേക്ക് പോകുന്ന ആളുകൾക്ക് എങ്ങനെ ഹൗ ടു അപ്പിയർ ഫോർ ഇന്റർവ്യൂ, അത്തരം ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കേസ് സ്റ്റഡീസ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം തന്നെ ഒരു ഓർഗനൈസേഷൻ ആണ്. അങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ ആ നിലയ്ക്ക് നമുക്ക് ഈ പരിശീലനം എല്ലാം തന്നെ നടത്താം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ നിലയ്ക്കുള്ള പരിശീലനങ്ങൾ ഏതൊരു ഓർഗനൈസേഷന്റെയും മുന്നോട്ടുള്ള പോക്കിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇന്ന് ദീർഘിപ്പിക്കുന്നില്ല. ഒന്ന് നമ്മൾ വളരെ തുടക്കത്തിൽ വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹരിത മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് കുറെ തിരക്കുകളുണ്ട്. ആ തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് ഒരുപാട് നാളായി നിങ്ങളുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്തിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇന്ററാക്ഷൻ. തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ്. ഞാൻ എടുക്കുന്ന പോർഷൻസ് തീർക്കാം. നമുക്ക് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഉൾപ്പെടെ നമുക്ക് പരിശോധിച്ചിട്ട് അതുൾപ്പെടെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുകയാണെങ്കിൽ അതുകൂടി ക്ലിയർ ചെയ്ത് നമുക്ക് മുന്നോട്ട്. ഓക്കെ അരുൺ സാർ. ഓക്കെ സാർ, കേൾക്കാവോ സാർ? സാർ, സെഷൻ ആദ്യം കുറച്ച് ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാം വളരെ ക്ലിയർ ആയിരുന്നു. PPT എല്ലാം വളരെ ക്ലിയർ ആയിരുന്നു, ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് സാർ, ചോദിക്കട്ടെ?
സർ ഫസ്റ്റ് ചോദ്യം ഇതാണ്, KSRTC ഈസ് നോട്ട് എ പ്രോഫിറ്റബിൾ സർവീസ്. അപ്പോൾ ഹീസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് എ റീസൺ ഫോർ ദിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. KSRTC പ്രോഫിറ്റബിൾ ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സർ പറഞ്ഞേ സാറേ. KSRTC ഈസ് നോട്ട് എ പ്രോഫിറ്റബിൾ സർവീസ്. ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എ റീസൺ ഫോർ ദിസ് എന്നാണ് ചോദ്യം. നിങ്ങളുടെ ചോദ്യം ആണ്. KSRTC എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു സർവീസ് സെക്ടറിലാണ്. അത് നമ്മുടെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു സ്ഥാപനമല്ല. പക്ഷെ KSRTC ഇങ്ങനെ പോയാൽ പോരാ, കുറെ കൂടി പ്രോഫിറ്റബിൾ ആയിട്ട് KSRTC പോകണം തന്നെയാണ്. നിങ്ങളുടെ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കുറെ കൂടി എഫിഷ്യന്റ് ആകണം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെയും അതൊരു സർവീസാണ്. ആ സർവീസ് ആസ്പെക്റ്റിൽ കൂടി നമുക്ക് അതിനെ കാണേണ്ടതുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറയുമ്പോൾ നമുക്കറിയാം, ഒരു 6 മണി 7 മണി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രൈവറ്റ് ബസ് ഉണ്ട്. ഒരു 7 മണി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. KSRTC ആണ് നമുക്കുള്ളത്. ഇനി ഒരാളെ വെച്ചാണെങ്കിൽ KSRTC റൺ ചെയ്യും. പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. KSRTCയുടെ മാനേജ്മെന്റ് കുറെ കൂടി എഫിഷ്യന്റ് ആയിക്കൊണ്ട് അതിന്റെ പീക്ക് ടൈമില് സർവീസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് ഓട്ട് ടൈമിലെ സർവീസ് അതൊന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് കൂടുതൽ ട്രാവലേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ KSRTC ബസ് ഇറക്കിക്കൊണ്ട് അതിന്റെ ഈ പറയുന്ന പോലെ വേസ്റ്റേജ് ഉൾപ്പെടെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് പഴയ ബസ്സുകൾ മാറ്റി നല്ല ബസ്സുകൾ പുറത്തിറക്കിക്കൊണ്ട് KSRTCയെ കൃത്യമായിട്ട് പ്രോഫിറ്റബിൾ ആക്കാൻ കഴിയും. പ്രോഫിറ്റബിൾ ആക്കിയില്ലെങ്കിലും ബ്രേക്ക് ഈവൻ ആക്കാൻ കഴിയും. ലാഭവും നഷ്ടവും ഇല്ലാതെ KSRTCയെ കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലേക്ക് അതിനെ മാറ്റാൻ കഴിയും. പ്രൊവൈഡഡ് അതിന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സർക്കാർ തന്നെയാണ്. സർക്കാരല്ല, അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. സർക്കാർ നേതൃത്വം കൊടുക്കുന്നു. ആ പൊതുമേഖലാ സ്ഥാപനം കുറെ കൂടി ഇഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് കാര്യം. പക്ഷെ അത് നന്നാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് നടത്തുന്നുണ്ട്, ആ വകുപ്പും നടത്തുന്നു. ഓക്കെ സാർ, ക്ലിയർ ആണ് സാർ. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം സാർ. ശരി സാർ. അടുത്ത ചോദ്യം, കോവിഡ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. തീർച്ചയായും എനിക്ക് കോവിഡ് നമുക്കറിയാം. നമ്മൾ ലോക്ക്ഡൌണിലൂടെ നമ്മൾ എന്ത് പഠിച്ചു? ലോക്ക്ഡൌൺ ഒരിക്കലും കോവിഡ് ഇല്ലാതാക്കാനോ കോവിഡിൽ നിന്നും നമുക്ക് പൂർണ്ണമായും മുക്തമാകാനോ വേണ്ടിയല്ലല്ലോ. ലോക്ക്ഡൌൺ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മളെ ഒന്ന് അവെയർ ആക്കി എങ്ങനെ നമുക്ക് കോവിഡിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോവിഡിനെ എന്ന പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഹെൽത്ത് പ്രോട്ടോകോൾസ് നമ്മൾ പാലിക്കും. നമ്മൾ സ്വയം പാലിക്കേണ്ട കുറെ പ്രോട്ടോകോൾസ് നമ്മൾ പാലിക്കും. മാത്രമേ കോവിഡിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയൂ. ഇതിനൊരു വാക്സിനേഷനോ ഒന്നും തന്നെ ഉടനെ ഒരു വാക്സിനേഷൻ നമുക്ക് പ്രായോഗികവുമില്ല. മാത്രവുമല്ല, ഇപ്പോൾ മറ്റ് വികസിത രാജ്യങ്ങളാണ് ഇത് വാക്സിനേഷൻ കണ്ടെത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്ത് അത് മുഴുവൻ ആളുകൾക്കും അത് അഫോർഡബിൾ ആകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ലിവിങ് വിത്ത് കോവിഡിനോടൊപ്പം ജീവിക്കുക ഒറ്റ കാര്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറെ നാളുകൾ സാമൂഹിക അകലം പാലിക്കുക, നമ്മളായിട്ട് ക്രൗഡിൽ പോയി പെട്ടുപോകാതിരിക്കുക, എവിടെയെല്ലാം ക്രൗഡ് വരുന്നുണ്ടോ അതെല്ലാം പരമാവധി നമ്മൾ ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കുക, തന്നെ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തുക, മാസ്ക് കൃത്യമായിട്ട് ധരിക്കുക. ഇപ്പൊ പല ആളുകളുടെ മാസ്ക് എന്ന് പറഞ്ഞാല് മാസ്ക് അല്ല, ശരിക്കും താടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കൃത്യമായിട്ട് ഉൾപ്പെടെ മറച്ചുകൊണ്ട് മാസ്ക് ധരിക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് മാത്രമല്ല, നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ കൂടിയാണ്. അപ്പോൾ മാസ്ക് ധരിക്കുക, സാനിറ്റൈസ് ചെയ്യുക. നമ്മൾ പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് സോപ്പ് വാഷ് ചെയ്യുക, ഒറ്റയ്ക്ക് നന്നായിട്ട് കുളിക്കുക. ഈ നിലയ്ക്ക് നമ്മൾ കോവിഡിനോടൊപ്പം നിന്നുകൊണ്ട് കൃത്യമായി സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് മാത്രമേ കുറെ നാളുകൾ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അച്ചടക്കം പാലിച്ചുകൊണ്ട് മാത്രമേ കോവിഡിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോവിഡ് ഉയർത്തിയത് വലിയ സാമ്പത്തിക പ്രതിസന്ധി. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുക എന്നുള്ളതും ചെറിയ കാര്യം. നമ്മുടെ ഇൻഡസ്ട്രി എല്ലാം തന്നെ വളരെയധികം നഷ്ടത്തിലായി കഴിഞ്ഞിരിക്കുന്നു. കുറഞ്ഞിരിക്കുകയാണ്, ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഒരുപാട് ആളുകൾ നമ്മുടെ ഗൾഫ് ഉൾപ്പെടെ ആളുകൾക്ക് രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം ഇവിടെ എന്ത് ജോലിയാണ് കൊടുക്കാൻ കഴിയുക? അവിടെയാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യം. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ വർക്ക് ഫോഴ്സിനെയും
ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മേഖലയുണ്ട്. ഒരു സംസ്ഥാനത്തെ മുഴുവൻ പെർഫോം കഴിയുന്ന ഒരേ ഒരു മേഖലയെ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളൂ. അത് കാർഷിക മേഖലയാണ്. എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക. കൃഷി കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. പക്ഷെ നമുക്ക് സ്ഥലങ്ങളിൽ നമുക്ക് കൃഷിയിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ, ഞാൻ പറയുന്നത് ഒരുപാട് യുവാക്കൾ, ഞാനിപ്പോ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നോട് പറയാണ്, കടപ്പുറ പഞ്ചായത്തിൽ, പത്തനംതിട്ട ജില്ലയിലെ കടപ്പുറ പഞ്ചായത്തിൽ 50 ഏക്കർ സ്ഥലം 5 ചെറുപ്പക്കാരാണ്. 5 ചെറുപ്പക്കാരായിട്ടുള്ളവര് 50 ഏക്കർ നെൽപ്പാടം അവര് കൃഷി ചെയ്യാണ്. അതിനകത്ത് 2 ഒരു MBA ഗ്രാജുവേറ്റ്, ബാക്കി 2 പേര് സാധാരണ ഡിഗ്രി ഗ്രാജുവേറ്റ്സ്. അങ്ങനെ 5 പേരാണ് ആലോചിക്കുക. പ്രൊഫഷണൽസ് ആണ്. അപ്പൊ പ്രൊഫഷണൽസ് ഉൾപ്പെടെ കൃഷിയിലേക്ക് വരുന്ന വലിയ അനുഭവമുണ്ട്. അത് പറയാൻ കഴിയും. നമ്മൾ ഇത്രയും വലിയ വരുന്ന വർക്ക് ഫോഴ്സിനെ, ഇപ്പൊ ഗൾഫിൽ നിന്ന് വരുന്ന റിപ്പാട്രിയേറ്റ്സ് ഉൾപ്പെടുന്ന, പ്രവാസികൾ ഉൾപ്പെടുന്ന വലിയ വർക്ക് ഫോഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വലിയ മേഖലയാണ് കാർഷിക മേഖല. തീർച്ചയായും നിങ്ങൾ ആ ചോദ്യത്തിന് ഒരു മറുപടി എന്ന നിലയ്ക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. കോവിഡിനോടൊപ്പം ജീവിച്ചുകൊണ്ട് കോവിഡിനെ പ്രതിരോധിക്കുക എന്നുള്ള മാർഗം മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ കഴിയൂ. അടുത്ത ചോദ്യം. ഓക്കെ സാർ, ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ പല കമ്പനീസിലും, ബാങ്ക്സിലും മറ്റ് കമ്പനീസിലും എല്ലാം ബിടെക് ഹോൾഡേഴ്സ് ആണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ പല കമ്പനീസിലും ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ കൂടുതലും ബിടെക് ഹോൾഡേഴ്സ്, ബിടെക്കാരാണ് ജോലി ചെയ്യുന്നത്. അവരതിന് എലിജിബിൾ ആണോ? ഡു ദേ ഒബേ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സാധാരണ ബാങ്കുകള് എല്ലാം തന്നെ നമുക്കറിയാം, കമ്പനികളിൽ ബിടെക്കാര് സാധാരണ സയൻസ് ഗ്രാജുവേറ്റ്സ് ആണ്. അവർക്ക് മാത്തമാറ്റിക്കൽ സ്കില്ലുണ്ട്, അതുപോലെ തന്നെ റീസണിങ് എല്ലാവർക്കും ഉണ്ട്. ഞാൻ കമ്പനീസ്, ബാങ്കുകാരൊക്കെ അവരാഗ്രഹിക്കുന്നത് ബിടെക്കാർക്ക് നല്ല റീസണിങ് കേപ്പബിലിറ്റീസ് ഉണ്ട്, അവർക്ക് നല്ല മാത്തമാറ്റിക്കൽ സ്കില്ലുണ്ട്, കാര്യങ്ങൾ പെട്ടെന്ന് ഇംബൈബ് ചെയ്യുവാനുള്ള കഴിവുണ്ട്, അവരെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് കിട്ടും. മാത്രമല്ല ഇതിലെല്ലാം കാര്യം എന്താണ്, ഇന്ന് ബിടെക്കാർ ഒരുപാട് അവൈലബിൾ ആണ്. ഒരു പോസ്റ്റിന് ബിടെക് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് ആ ഒറ്റ പോസ്റ്റേ ഉള്ളൂ, 50 പേര് വരും. പോളിടെക്നിക്കില് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഗസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ, കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ എത്ര പേരാ വരിക? ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ബിടെക് ഗ്രാജുവേറ്റ്സ് അവൈലബിൾ ആണ്, ഒരുപാട് ബിടെക് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബാങ്ക് ഉൾപ്പെടുന്ന നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെ അവരിലേക്ക് ഫോക്കസ് ചെയ്തു. ഒന്ന് അവരുടെ അവൈലബിലിറ്റി ആണ്. പിന്നെ അവരെ ട്രെയിൻ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അവരെ ട്രെയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ഗെറ്റ് ബെറ്റർ പെർഫോമൻസ് ഓൾസോ. ആ ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് അവർ പോകുന്നത്. പിന്നെ ബിടെക് ഗ്രാജുവേറ്റ്സിന്റെ ഇത്ര അബണ്ടൻസ്, അവർ അവൈലബിലിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ എന്താണ്, പല സ്വകാര്യ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ പറയുന്ന പോലെ വലിയ കൊടുക്കേണ്ട പല ബിടെക് ഗ്രാജുവേറ്റ്സും 5 ഡിജിറ്റ് താഴെ ജോലി ചെയ്യുന്ന ഒരുപാട്, 5 ഡിജിറ്റ് താഴെ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ബിടെക് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ അവൈലബിലിറ്റി തന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ അവരെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് കൂടുതൽ ബെറ്റർ പെർഫോമൻസ് നമുക്ക് അവരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മറ്റൊന്ന്, അവർക്ക് ഇപ്പൊ ഒരു സാലറി തന്നെ ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് ജോലി ചെയ്യാനും ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ സാർ, ക്ലിയർ ആണ്. അടുത്തൊരു ചോദ്യമുണ്ട്, മാൻ പവർ ഗ്യാപ്പ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഒരു കുട്ടി ചോദിച്ചത്. മാൻ പവർ ഗ്യാപ്പിനെ കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും സാർ, ഞാൻ അതിലേക്ക് വരിക, PPT-യിലേക്ക് വരിക. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് പ്രോസസ്സിൽ മാൻ പവർ ഗ്യാപ്പിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ സംസാരിച്ചത്. ഞാൻ അതിലേക്ക് വീണ്ടും വരിക. അതിലെ ആദ്യം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് HRM-ന് ചെയ്യേണ്ടത്. ആ HRM വെച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ അവിടെ എന്താ ചെയ്യുന്നത്? സപ്പോസ് ഇപ്പോ ഞാൻ 2-3 ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ എന്താണ്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തന്നെ, ഒരു തുണിക്കട എടുക്കുക. ഒരു തുണിക്കട എടുക്കുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു ജുവലറി ഷോപ്പ് എടുക്കുമ്പോൾ എന്താണ്, അപ്പൊ സപ്പോസ് ഒരു സ്ഥലത്തായിരിക്കും ഒരു ജുവലറി ഷോപ്പ് കാണും. ഇപ്പോൾ എന്താണ്, ഇപ്പോ എറണാകുളത്ത് മാത്രമാണ് അവിടെ ഷോറൂം സ്റ്റാർട്ട്. അവർക്ക് ഇനി എന്താണ്, അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. അവർക്കത് എറണാകുളത്തിന് ശേഷം അവർക്ക് കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അവർക്ക് തിരുവനന്തപുരത്തും കാലിക്കറ്റ് കൂടി സ്റ്റാർട്ട് ചെയ്യണം.
നിങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങാൻ നോക്കിയാൽ നിങ്ങൾ ആദ്യം എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്കത് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ട് പോവുക. നിങ്ങൾക്ക് നല്ല സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഇപ്പൊ സ്വർണത്തിനൊക്കെ അല്ലെ, ഇപ്പൊ നമ്മുടെ അശ്വതി എന്ത് തൃതീയ, അക്ഷയ തൃതീയ അല്ലെ, അക്ഷയ തൃതീയൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പൊ സാധാരണ കടയിൽ വന്ന് സ്വർണം വാങ്ങിക്കുന്ന ഇപ്പൊ അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആയി. അവർക്ക് ആ നിലയ്ക്ക് വീടുകളിൽ വന്നത് മാർക്കറ്റ് ചെയ്യുന്ന രീതിയൊക്കെ. നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ഷോപ്പ് എറണാകുളത്ത് നടക്കുകയാണ്. നിങ്ങൾ തിരുവനന്തപുരത്തും തുടങ്ങണം, നിങ്ങൾക്ക് കാലിക്കറ്റ് തുടങ്ങണം. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആദ്യം എന്തൊക്കെ ചെയ്യണം? നിങ്ങൾക്ക് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാവണം. ആ ബിൽഡിംഗ് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കണം, ബിൽഡിംഗ് ഉണ്ടാവണം. തിരുവനന്തപുരത്ത് ഉണ്ടാവണം, കാലിക്കറ്റ് ഉണ്ടാവണം. അപ്പൊ ആ അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? അപ്പൊ അതിന്റെ അത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണം. അതിന് എത്ര എംപ്ലോയീസ് വേണം? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എറണാകുളത്ത് നിങ്ങൾക്ക് കുറച്ച് എംപ്ലോയീസ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. തിരുവനന്തപുരത്ത് ആകുമ്പോൾ തിരുവനന്തപുരത്ത് കുറച്ച് എംപ്ലോയീസ് നിങ്ങൾക്ക് വേണം. അത് എത്ര വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ജുവലറി അവിടെ എന്താണ്ടാവണം? അവിടെ നിങ്ങൾക്ക് ഒരു മാനേജർ ഉണ്ടാകണം, നിങ്ങൾക്ക് അവിടെ ഒരു 2-3 സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാകണം, സെയിൽസ് സെയിൽസ് ഓഫീസേഴ്സ് ഉണ്ടാകണം. വരുന്ന ആളുകളെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടാകണം? അവിടെ നിങ്ങൾക്കൊരു കസ്റ്റമർ സപ്പോർട്ട് സെന്റർ ഉണ്ടാകണം. ഞാൻ പറഞ്ഞു വരുന്നത്, എറണാകുളത്ത് നിങ്ങൾ ഒരു 50 പേരെ ഇതേ 50 പേര് നിങ്ങൾക്ക്, അല്ലെങ്കിൽ 50 കുറയാത്ത ആളുകൾ തിരുവനന്തപുരത്തും വേണം, 50 കുറയാത്ത ആളുകൾ കാലിക്കറ്റും വേണം, 100 പേരെ വേണം. അപ്പൊ ഈ 100 പേര് ഇപ്പൊ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്? ഇപ്പൊ നിങ്ങൾക്ക് 50 ഉള്ളൂ. തിരുവനന്തപുരത്തും കാലിക്കറ്റും കൂടെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് 50-100 പേര് വേണം. ശരിയല്ലേ? അപ്പൊ മൊത്തം എത്ര പേര് വേണം നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഈ 3 സെന്ററും കൂടി വരുമ്പോൾ 150 പേര്. ഇപ്പൊ നിങ്ങളുടെ കറന്റ് ഇൻവെന്ററി എന്ന് പറയുന്നത് 50 ഉള്ളൂ. സപ്ലൈ എന്താണ്? തിരുവനന്തപുരത്തും കോഴിക്കോടും തുടങ്ങണം. അപ്പോൾ 50-100 വേണം. ഇപ്പൊ 50 ഉള്ളൂ, ഇനി 100 വേണം. ആ 100 എന്ന് പറയുന്നത് എന്തോന്ന്? മാൻ പവർ ഗ്യാപ്പ്. നിങ്ങൾക്ക് അഡീഷണൽ വേണ്ടത് ഇപ്പൊ നിങ്ങളുടെ ഉള്ളത്. ഡിഫറൻസ് ആണ് എന്തോന്നുള്ളത്? മാൻ പവർ ഗ്യാപ്പ്. എന്നിട്ട് ആ മാൻ പവർ ഗ്യാപ്പിനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണം. അതിൽ എത്ര പേര് അതിൽ സെയിൽസ് ഓഫീസേഴ്സ് എത്ര വേണം, സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അവർ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവര് വേണം, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ വേണം, അത് പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ അപ്പോയിന്റ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് നിങ്ങൾ അപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ക്ലിയർ ആണ് സാർ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലോട്ടൂടെ പോവാം സാർ. ഒരു വിദ്യാർത്ഥി ചോദിച്ചിരിക്കുന്നത്, കോവിഡിന് ശേഷം ഇൻഡസ്ട്രീസ് എങ്ങനെയായിരിക്കും എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക? കോവിഡിന് ശേഷം ഇൻഡസ്ട്രീസ് എങ്ങനെയായിരിക്കും എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക? ഇതാണ് ചോദ്യം. ഇൻഡസ്ട്രീസ് എങ്ങനെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യും? നിങ്ങൾ ആ ചോദ്യത്തിന് ഒരുപാട് അതാണ് ചോദ്യം സാർ, അതാണ് ചോദ്യം. ഒരുപാട് മാനങ്ങളുണ്ട്. ഒന്ന്, കോവിഡിന് ശേഷം എംപ്ലോയീസിനെ എങ്ങനെ മാനേജ് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞതുപോലെ എന്താകാം, ഇപ്പോൾ തന്നെ നമ്മൾ പല ഇൻഡസ്ട്രീസും തുറന്നു, പല സ്ഥലങ്ങളിലും എന്താണ് വേണ്ടത്ര ഇൻഡസ്ട്രി എംപ്ലോയീസ് ആയിട്ടില്ല. അതുപോലെ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഇതെല്ലാം. ഒന്ന്, ഇപ്പോൾ ലോക്ക്ഡൌൺ കഴിഞ്ഞ് ഇൻഡസ്ട്രീസ് തുറന്നപ്പോഴെന്താണ്, കോവിഡിന്റെ എണ്ണം കൂടുവാണ് അല്ലെ. സ്വാഭാവികമായിട്ടും വലിയൊരു ഭീതി നമുക്കുണ്ട്. ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് ഇത് വരുമോ, സമൂഹ വ്യാപനത്തിലേക്ക് വരുമോ എന്നുള്ള ആശങ്കയൊക്കെ നമുക്കുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ആശങ്കയ്ക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇൻഡസ്ട്രീസ് വളരെ കെയർഫുൾ ആണ്. കഴിഞ്ഞ ദിവസം എന്റെ വണ്ടി തന്നെ സർവീസ് ചെയ്യാൻ കൊടുത്തപ്പോഴത്തേക്കും ഇതാണ് അതിന്റെ AC ചെറിയൊരു കംപ്ലൈന്റ് പോലെ എനിക്ക് തോന്നി. AC-യുടെ എഫക്ട് കുറവായിട്ട് തോന്നി. അപ്പൊ ഞാൻ ആ സർവീസ് ചെന്നപ്പോൾ പറഞ്ഞു, ഇതിന്റെ AC എഫക്ട് കുറവെന്ന് തോന്നുന്നു, ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഇല്ല സാർ, AC മെക്കാനിക് ഈ ആഴ്ച ഇല്ല, അവർ അടുത്ത ആഴ്ചയുള്ളൂ. അവർക്ക് ഈ ആഴ്ച അവർക്ക് ഇല്ല, ഷിഫ്റ്റ് ആണ് അവർക്ക്. എല്ലാ ഇൻഡസ്ട്രീസും അവരെ എംപ്ലോയീസിനെ ഒന്ന് ഡൗൺ സൈസ് ചെയ്തിട്ടുണ്ട്. കുറെ ഇൻഡസ്ട്രീസ് എംപ്ലോയീസിനെ ഈ പേരും പറഞ്ഞ് പിരിച്ചു വിട്ടു. വാങ്ങാനിരുന്ന പട്ടിയുടെ വായി തേങ്ങ ല്ലേ, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിചാരിച്ച കുറെ ഇൻഡസ്ട്രീസ് കുറെ എംപ്ലോയീസിനെ പിരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷെ അല്ല, പിരിച്ചുവിടാത്ത തന്നെയുള്ള എംപ്ലോയീസ് ഉണ്ട്. ഇപ്പൊ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പ്, എനിക്കറിയാവുന്ന ഒന്ന് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്. ഇപ്പോ ഒന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിലെ കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറഞ്ഞു. പണ്ടൊക്കെ ആളുകൾ ഇടിച്ചിടിച്ചിടിച്ചിരുന്ന തുണിക്കടകളിലൊക്കെ ഇന്ന് ഒരു മണിക്കൂറിനകം 10-12 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ ജീവനക്കാരെ കുറച്ചവര് അപ്പോൾ ഷിഫ്റ്റ് ആക്കി. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാല്
ഒന്ന് ഇൻഡസ്ട്രീസിൽ ഒന്ന് ഇതിന്റെ ഒരു സ്മൂത്ത് റണ്ണിങ്ങിലേക്ക് വരുന്നത് വരെ സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രീസ് എംപ്ലോയീസിനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് സോഷ്യൽ ഡിസ്റ്റൻസിങ് മാത്രമല്ല, അവരുടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ അതുകൂടി ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഉള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ക് അതുകൂടി അവർക്കൊന്ന് മാനേജ് ചെയ്യാനുണ്ട്. സ്വാഭാവികമായി ചില കമ്പനീസ് പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ കമ്പനീസ് അവരുടെ വേജസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ രീതിയിൽ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ജോബ് പൊട്ടൻഷ്യൽസ് കുറഞ്ഞു. നിലവിലുള്ള ജോലി തന്നെ നമുക്ക് മുമ്പുണ്ടായിരുന്ന നിലയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയാത്തൊരവസ്ഥയും. നിങ്ങളുടെ ക്വസ്റ്റ്യന് കുറെ കൂടി വേഗമായതുകൊണ്ട് ഒരു വേഗ് എനിക്ക് ഇതിനകത്ത് പറയാൻ കഴിയുള്ളൂ. ഇനിയും കോവിഡിന്റെ ഒരു ഘട്ടത്തിലേക്ക് ഒരു അനന്തരഘട്ടം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് മുമ്പിൽ വലിയ വ്യക്തതയില്ല. അതുകൊണ്ട് അതിന്റെ കൃത്യമായ ഉത്തരത്തിലേക്ക് നമുക്ക് ഇപ്പോഴും വരാൻ കഴിയില്ല. ഏതായാലും നമ്മൾ കുറെ നാളുകൾ ഈ ഒരു എക്സർസൈസ് നമ്മൾ തമ്മിൽ കുറെ നാളുകൾ കൂടി മുന്നോട്ട് പോകും. തീർച്ചയായും ഓരോ സമയം വരുമ്പോഴും ഇതിനൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് നൽകാൻ കഴിയും. അത് വേറൊന്നും കൊണ്ടല്ല, സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉത്തരത്തിന്റെ സ്വഭാവം അതനുസരിച്ച് കുറച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ സാർ, ക്ലിയർ ആണ്. അപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. വൈൻഡ് അപ്പ് ചെയ്യാം സാർ, സാറിന്റെ പെർമിഷനോടുകൂടി. തീർച്ചയായും. ഓക്കെ സാർ. അപ്പോൾ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മൾ മാനേജ്മെന്റിന്റെ പല ബേസിക് ആസ്പെക്ട്സുകളും രാജേഷ് സാർ നമുക്ക് പറഞ്ഞു തന്നു. കുട്ടികൾക്കെല്ലാം ഫലപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ സാർ ഇതുപോലുള്ള നല്ല സെഷൻസുമായിട്ട് സിപ്ലിന്റെ ഈ ഓൺലൈൻ ക്ലാസ് പരിപാടിയിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഈ സെഷൻ വളരെ എന്താ പറയുക, വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്ത രാജേഷ് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സാർ. നന്ദിയും ആശംസകളും നേരുന്നു. താങ്ക് യു സാർ.